പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു സെമിനാർ ആസൂത്രണം ചെയ്യുകയും നമ്മുടെ ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തെ ആലോചനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യാനുള്ള ഇതിൻ്റെ സംഘാടക സമിതിയുടെ തീരുമാനത്തോടും അത്തരമൊരു അവതരണത്തിനായി എന്നെ ഇതിൽ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടെല്ലാം ഞാൻ ആദ്യമേ എൻ്റെ സന്തോഷവും ആഹ്ലാദവും രേഖപ്പെടുത്തുന്നു. മലബാർ കലാപത്തിൻ്റെ ശതാബ്ദി വർഷമാണ് കടന്നു പോകുന്നത്. എന്തിനാണ് നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഭൂതകാലത്തെക്കുറിച്ചുള്ള വളരെ വിജ്ഞാനപരമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമല്ല, മറിച്ച് എല്ലാ ചരിത്ര വിചാരങ്ങളുടെയും ഒരു താല്പര്യം നമ്മളെങ്ങനെയാണ് നമ്മളായി മാറുന്നത് എന്നത് തിരിച്ചറിയല. വാസ്തവത്തിൽ വർത്തമാനത്തെക്കുറിച്ചുള്ള നാം ജീവിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ആലോചനകൾ തന്നെയാണ് നമ്മുടെ ചരിത്ര വിചാരങ്ങളിൽ പല രൂപത്തിൽ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രം എന്നത് എപ്പോഴും ഒരു സംവാദ വിഷയമായിരിക്കുന്നത്. കാരണം ഭൂതകാലം സ്വയമേവ നമുക്ക് മുമ്പിൽ വന്ന് അതെന്താണ് എന്ന് പറയില്ല. ഭൂതകാലത്തിലെ ചില വസ്തുതകൾ, സാങ്കേതികമായി പറഞ്ഞാൽ ചില ഫാക്ട്സ്, വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ടാവും. 1921 ഇങ്ങനെ ഒരു കലാപം നടന്നു എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കൈവന്നു എന്ന് നമുക്കറിയാം. അതെല്ലാം വസ്തുതകളാണ്. ഭൂതകാല വസ്തുതകളുടെ ഒരു സമാഹാരമല്ല ചരിത്രം. ഭൂതകാല വസ്തുതകൾ കേവലം അടുക്കിപ്പറക്കി ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിൻ്റെ പേരല്ല ചരിത്രബോധം എന്നത്. മറിച്ച് ചരിത്രം എന്നത് കേവല വസ്തുതകൾക്കപ്പുറം ആ വസ്തുതകളിൽ നിന്ന് ഭൂതകാലത്തെ വ്യാഖ്യാനാത്മകമായി മനസ്സിലാക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ചരിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രഖ്യാതമായ ഒരു വാക്യം നോ തിയറി നോ ഹിസ്റ്ററി എന്നായിരിക്കും. സിദ്ധാന്തമില്ലെങ്കിൽ ചരിത്രമില്ല. കാരണം ചരിത്രം ഭൂതകാല വസ്തുതകൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതല്ല, മറിച്ച് ആ വസ്തുതകളിൽ നിന്ന് സവിശേഷമായത് ചിലവയെ തിരഞ്ഞെടുത്ത് അവ തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ട് എന്ന് നിർദ്ധാരണം ചെയ്ത് കണ്ടെത്തി അതിലൂടെ ഭൂതകാലത്തെ മനസ്സിലാക്കാനും ആ ഭൂതകാല പ്രക്രിയ നമ്മുടെ കാലത്തിലേക്ക് എങ്ങനെ പരിണമിച്ചെത്തുന്നു എന്ന് ആലോചിക്കാനുമുള്ള ഒരു വഴിയാണ് വാസ്തവത്തിൽ ചരിത്രത്തിൻ്റെ. അതുകൊണ്ട് വസ്തുതകൾ ഒന്ന് തന്നെയായിരിക്കെ വ്യാഖ്യാനങ്ങൾ പലതായി മാറും. കാരണം നിങ്ങൾ ഭൂതകാലത്തിൽ തിരയുന്നത് എന്താണ് എന്നതനുസരിച്ച് ചരിത്രത്തിൻ്റെ സ്വഭാവം മാറും. ഇപ്പോൾ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഇന്ത്യ ചരിത്രം എഴുതിയിരുന്ന കാലത്ത് അവർ ഇന്ത്യയെക്കുറിച്ച് പ്രചരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ജനതയ്ക്ക് ചരിത്രബോധമില്ല. മിത്തുകളിലും അതുപോലെ പുരാണ ഇതിഹാസങ്ങളിലും മേഞ്ഞു നടക്കുന്ന ചരിത്രബോധമോ ഭൂതകാല വീക്ഷണമോ ഇല്ലാത്ത ഒരു പ്രാകൃത ജനതയാണ് ഇന്ത്യക്കാർ എന്ന വലിയ ആക്ഷേപം ഏതാണ്ട് 100 കൊല്ലത്തിലധികം ഇന്ത്യയെക്കുറിച്ച് പാശ്ചാത്യ ചരിത്രകാരന്മാർ പല രൂപത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രമുഖനായ ഇന്ത്യയിലെ മാർക്സിസ്റ്റ് ചരിത്ര വിജ്ഞാനത്തിൻ്റെ മേഖലയിലെ ഏറ്റവും പ്രാമാണികനായ ആദ്യപഥികന്മാരിലൊരാളായ മസാംബി നടത്തിയ ഒരു നിരീക്ഷണം ഇവിടെ പ്രസക്തമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ചരിത്രം എന്നത് ഭൂതകാലത്തിലെ ഭരണാധിപന്മാരുടെ പേരും നാളുമല്ല. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ തുടർന്നു വരുന്ന വാക്യം ഇങ്ങനെയാണ്: ഭരിച്ച രാജാവിൻ്റെ പേരെന്ത് എന്നതല്ല, മറിച്ച് ആ രാജാവിൻ്റെ കാലത്ത് ജനങ്ങൾ കലപ്പ ഉപയോഗിച്ചിരുന്നോ എന്നതാണ് ചോദ്യമെങ്കിൽ
ഇന്ത്യക്കും ചരിത്രമുണ്ട്. ഇത് ചരിത്രത്തെ സംബന്ധിക്കുന്ന രണ്ട് സമീപനങ്ങളാണ്. ഒരു രാജാവ് എത്ര കാലം ഭരിച്ചു, എന്നു മുതൽ എന്നുവരെയാണ് അയാൾ ജീവിച്ചത്, അയാൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നതിൻ്റെ വിവരം ശേഖരിച്ച് രാജാവിലൂടെ രാജ്യത്തെ മനസ്സിലാക്കുന്നതാണ് ചരിത്രം എന്നത് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. മറ്റൊരു കാഴ്ചപ്പാട്, ഈ രാജാവ് ആരുമാകട്ടെ, അയാളുടെ ഭരണകാലം ഏതുമാകട്ടെ, അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനം ജനങ്ങൾ എങ്ങനെ ജീവിച്ചു, അവരെങ്ങനെ കൃഷി ചെയ്തു, അവരെങ്ങനെ കച്ചവടത്തിൽ ഏർപ്പെട്ടു, എന്തായിരുന്നു സാങ്കേതിക വിദ്യ, എന്തായിരുന്നു ലോകത്തിൻ്റെ നിലവാരം, എത്ര വരുമാനം ഉണ്ടായിരുന്നു, അതിൻ്റെ വിതരണ രീതികൾ എന്തായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരായുകയും ചെയ്യുന്നതോടെ രാജാവ് അതിൽ അപ്രധാനമായ ഒരു ഘടകമായി തീരുകയും ചരിത്രം മനുഷ്യന്റെ ചരിത്രമായി, അവരുടെ ജീവിതായോധനത്തിൻ്റെ ചരിത്രമായി മാറുകയും ചെയ്യും. അപ്പോഴും പൂർണ്ണമാണ് ചരിത്രം എന്ന് പറഞ്ഞുകൂടാ. കാരണം ഞാനീ പറഞ്ഞ രണ്ടാമത്തെ രീതിയിലും ഒരുപക്ഷെ ആ കാലത്ത് സ്ത്രീകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നതിൻ്റെ വിശദീകരണം ഉണ്ടാവില്ല. സ്ത്രീകൾ എങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ അധ്വാനം എങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടത് എന്നതിൻ്റെ ചരിത്രം ആരായണമെങ്കിൽ ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി അടുക്കളയുടെ ചരിത്രം എന്താണ്, ഭക്ഷണ ഉൽപാദനത്തിൻ്റെ ചരിത്രം എന്താണ്, അതിൽ സ്ത്രീകൾ എങ്ങനെയാണ് പങ്കുചേർന്നിരുന്നത് എന്നിനിയും വേറൊരു വഴിയിലൂടെ അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഭൂതകാലം എന്നത് സുനിശ്ചിതമായ ഒന്നായിരിക്കുമ്പോഴും അതേക്കുറിച്ചുള്ള വസ്തുതകൾക്ക് സുനിശ്ചിതത്വം ഉള്ളപ്പോഴും വ്യാഖ്യാനങ്ങൾക്ക് സുനിശ്ചിതത്വം ഉണ്ടാകില്ല. പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ വീക്ഷണങ്ങൾ ചരിത്രത്തെക്കുറിച്ച് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിനിടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ചരിത്ര സന്ദർഭം മലബാർ കലാപത്തിലാണ്. കേരള ചരിത്രത്തിലെ പല സംഗതികളും ധാരാളം ആലോചനകൾക്ക് വിധേയമായിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അവതരിപ്പിക്കപ്പെട്ട എളമുള കുഞ്ഞിപ്പിള്ള അവതരിപ്പിച്ച രണ്ടാം ചേര സാമ്രാജ്യം എന്ന ആശയം വലിയ തോതിൽ ഡിബേറ്റ് ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അന്ന് തന്നെ നിർവാഹങ്ങളുണ്ടായി. പിന്നീട് അത് അവതരിപ്പിച്ച അല്ലെങ്കിൽ അതിനെ പരിഷ്കരിച്ച NGS നാരായണൻ അടക്കമുള്ള ആളുകൾ ആ വാദങ്ങളെ തങ്ങളുടെ തന്നെ വാദങ്ങളെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി. അങ്ങനെ ധാരാളം ചർച്ചകൾ അതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. പഴയ എഴുത്തുകളൊക്കെ മിക്കവാറും പോയി കഴിഞ്ഞിരിക്കുന്നു. പരശുരാമൻ വഴിവെറുതെ സൃഷ്ടിച്ചു എന്നെല്ലാം കേരളോത്പത്തി പോലുള്ള ഐതിഹ്യങ്ങളൊക്കെ ഏതാണ്ട് പിൻവാങ്ങി കഴിഞ്ഞിരിക്കുന്നു. പുതിയ തരത്തിൽ കേരള ചരിത്രം ആലോചനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ധാരാളം ആലോചനകളും ചർച്ചകളും നമ്മുടെ ചരിത്രവിജ്ഞാനത്തിൻ്റെ മേഖലയിൽ നടക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിൻ്റെ മധ്യകാലത്തെ ജാതി ജന്മി നാടുവാഴി മേധാവിത്വം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആ കാലത്തെ സംബന്ധിക്കുന്ന സവിശേഷമായ ഒരു വീക്ഷണം EMS അവതരിപ്പിക്കുകയും ദീർഘകാലം മധ്യകാല കേരളത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റൽ ഫ്രെയിം, ഒരു സങ്കല്പനപരമായ ചട്ടക്കൂടായി EMSന്റെ ആ നിരീക്ഷണമൊക്കെ നിലനിൽക്കുകയും ചെയ്തു. അങ്ങനെ ചരിത്രം, എല്ലാ സമൂഹത്തിൻ്റെയും ചരിത്രം അവസാനിക്കാത്ത ചർച്ചകളുടെ സംവാദങ്ങളുടെ വിഷയമാണ്. കേരള ചരിത്രവും അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് മലബാർ കലാപത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ ആലോചനകൾ. പല കാരണങ്ങളുണ്ട്. ഒന്ന്, മലബാർ കലാപം രൂപപ്പെട്ട കാലം മുതൽ തന്നെ ഇതിനെ ഒരു വർഗീയ ലഹളയായി മതഭ്രാന്തന്മാരായ മുസ്ലിങ്ങളുടെ ഹിന്ദുമത വിദ്വേഷത്തിൻ്റെ ആവിഷ്കാരം മാത്രമായി ഇതിനെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടാവുകയും ഒരു ഭാഗത്ത് ഹൈന്ദവ വർഗീയവാദികളും മറുഭാഗത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യ ചരിത്രകാരന്മാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പല നിലകളിൽ ഇത് പ്രചരിപ്പിക്കുകയും വലിയ തളവോളം ആ ആശയഗതിക്ക് വേരോട്ടം കിട്ടുകയും ചെയ്തു. വാസ്തവത്തിൽ 1921 കലാപത്തിന് ശേഷം ഏതാണ്ട് ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ വർഗീയവാദികളും സാമ്രാജ്യവാദികളും ഉണ്ടാക്കിയെടുത്ത ഈ മതലഹള, മാപ്പിള ലഹള എന്ന അധിക്ഷേപകരമായ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മലബാർ കലാപത്തെ വ്യത്യസ്തമായി നോക്കുന്ന ആദ്യത്തെ ശ്രമം ഉണ്ടാകുന്നത് തന്നെ ഏതാണ്ട് 20ഓളം വർഷങ്ങൾക്ക് ശേഷമാണ്. EMS 1940കളുടെ തുടക്കത്തിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 43-ലെ
ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ മലബാർ. മലബാറിലെ കർഷക പ്രസ്ഥാനത്തിന്റെ ഒരു ലഘു ചരിത്രം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലാണ് മലബാർ കലാപത്തെ അതുവരെ നോക്കിയിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നോക്കിക്കാണാനുള്ള ഒരു ശ്രമം തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം അതിലെ വാദഗതികളെ ക്രോഡീകരിച്ച് 46-ൽ മലബാറിനെ ആഹ്വാനവും താക്കീതും എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ലേഖനം ദേശാഭിമാനിയിൽ എഴുതുകയുണ്ടായി. അതക്കാലത്ത് വലിയ കൊള്ളക്കങ്ങൾക്ക് കാരണമായി. മാതൃഭൂമി അതിനെതിരെ മുഖപ്രസംഗം എഴുതി. മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിനെതിരെ വീണ്ടും ദേശാഭിമാനിയിൽ തുടർന്ന് ലേഖനം എഴുതി. അതേ ചൊല്ലിയുള്ള തർക്കങ്ങൾ ദേശാഭിമാനി നിരോധിക്കുന്നതിൽ എത്തിച്ചേർന്നു. അങ്ങനെ ദേശാഭിമാനിയുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു ചർച്ചാ വിഷയമാണ് 1921 മലബാർ കലാപത്തിന്റെ ചരിത്രപരമായ ആലോചനകൾ. ഈ 1921-നും 1940-കൾക്കും ഇടയിൽ 2 പതിറ്റാണ്ട് കാലം മലബാർ കലാപത്തെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ പലരും അവതരിപ്പിക്കുകയുണ്ടായി. കലാപം നടന്ന സമയത്ത് അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വന്നു. അതുപോലെ കലാപത്തിന് ശേഷവും അതേക്കുറിച്ചുള്ള ധാരാളം അഭിപ്രായങ്ങൾ പലരും അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ കലാപകാലത്ത് ജീവിച്ചിരുന്ന മാധവൻ നായരെ പോലുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ അക്കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാക്കളായ ഗാന്ധിജിയും ആനി ബസന്റും അല്ലെങ്കിൽ അംബേദ്കറും ഒക്കെ കലാപത്തെക്കുറിച്ചുള്ള പലതരം വീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഹൈന്ദവ വർഗീയവാദികൾ ഏറിയ പങ്കും ഇവരുടെ ഉദ്ധരണികളുമായിട്ടാണ് മലബാർ കലാപത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ അവർ ഗാന്ധിജിയെ ഉദ്ധരിക്കുന്നത് കാണാം, അംബേദ്കറെ ഉദ്ധരിക്കുന്നത് കാണാം, ആനി ബസന്റിനെ ഉദ്ധരിക്കുന്നത് കാണാം, ഹിച്ച്കോക്കിനെ പോലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ അക്കാലത്തെ റിപ്പോർട്ടുകൾ സമൃദ്ധമായി ഉദ്ധരിക്കുന്നത് കാണാം. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് മലബാർ കലാപം ഒരു വർഗീയ ലഹളയായിരുന്നു എന്ന് വാദിച്ചുറപ്പിക്കാനാണ് അവര് ശ്രമിക്കുന്നത്. ഞാൻ പ്രാരംഭമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് 1920-നും 21-നും 43-നും ഇടയിലുള്ള 2 പതിറ്റാണ്ടിലധികം വരുന്ന കാലത്ത് മലബാർ കലാപത്തെക്കുറിച്ചുള്ള ഒരേയൊരു വ്യാഖ്യാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അവർക്ക് അനുകൂലികളായ ചരിത്രകാരന്മാരും ഉണ്ടാക്കിയെടുത്ത മാപ്പിള ലഹള എന്ന വ്യാഖ്യാനം മാത്രമാണ്. ഇപ്പൊ കലാപം നടക്കുന്ന സമയത്ത് ഇതിന്റെ വിവരങ്ങൾ കേരളത്തിന് പുറത്തുള്ള, കേരളത്തിനകത്ത് തന്നെയുമുള്ള ആളുകൾക്ക് ലഭിച്ചിരുന്നത് ഹിന്ദു പത്രമോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റിപ്പോർട്ടുകളോ ഒക്കെ വഴിയാണ്. പത്രലേഖകന്മാരാരും തന്നെ നേരിട്ട് കലാപ പ്രദേശങ്ങൾ സന്ദർശിക്കുകയോ കലാപ പ്രദേശങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് പത്രങ്ങളിൽ എത്തിക്കുകയോ ചെയ്തിട്ടില്ല. മിക്കവാറും പ്രദേശങ്ങൾ ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത മട്ടിൽ കൊട്ടിയടക്കപ്പെട്ടതായിരുന്നു. ഒന്നുകിൽ കലാപകാരികളാൽ അല്ലെങ്കിൽ പട്ടാളത്താൽ വലയം ചെയ്യപ്പെട്ട നിലയിലാണ് കലാപം നടന്ന യാവനാട്, ഓലനാട് പ്രദേശങ്ങളൊക്കെ നിലനിന്നിരുന്നത്. അതുകൊണ്ട് വസ്തുതാപരമായ ഒരു റിപ്പോർട്ടിംഗ് അക്കാലത്ത് കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ കലാപത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആശ്രയിച്ചത് അത് ആ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ നൽകിക്കൊണ്ടിരുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്, അവരുടെ വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളെയും പത്ര റിപ്പോർട്ടുകളെയും ആശ്രയിച്ചിട്ടാണ് ഇതേക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണം അംബേദ്കർ അടക്കമുള്ള ആളുകൾ, ഗാന്ധിജി അടക്കമുള്ള ആളുകൾ, ആനി ബസന്റ് അടക്കമുള്ള ആളുകൾ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് മലബാർ കലാപത്തെ അടിസ്ഥാനപരമായി ഒരു ഒറ്റ വിദ്യകൾ അവലംബിക്കട്ടെ. ഞാൻ കുറഞ്ഞ ഒച്ചയിൽ സംസാരിക്കുന്ന ഒരാളാണ്, അത് മൈക്കിന്റെ കുഴപ്പമില്ല. എത്ര ഉറക്കം സംസാരിക്കുന്നു എന്നുള്ളതിന് അഴിക്കോട് മാഷ് പറഞ്ഞൊരു മാനദണ്ഡം. ഏറ്റവും പുറയിലിരിക്കുന്ന ആള് ശ്രദ്ധാപൂർവം ചെവി വെച്ചാൽ ചെവി ഓർത്താൽ കിടക്കാവുന്ന പറയുന്നത്. ശ്രദ്ധ ഇങ്ങോട്ട് വരണം, ഒച്ച അങ്ങോട്ട് ചെവിയല്ല വേണ്ടതെന്നാണ് മാഷ് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കലാപത്തിന്റെ കാലത്ത് അതിനുള്ളിൽ നിന്ന് വസ്തുതകൾ ശേഖരിച്ച് അതേക്കുറിച്ച് അഭിപ്രായ രൂപീകരണം നടത്താൻ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിനോ കേരളത്തിൽ തന്നെയുള്ള ആളുകൾക്കോ കഴിഞ്ഞിരുന്നില്ല. അത് അവരുടെ ഒരു കുറ്റമായി കാണുന്നതിൽ വലിയ കാര്യവുമില്ല. അത്തരം അഭിപ്രായങ്ങൾ പക്ഷേ ഈ വിഷയത്തെക്കുറിച്ചുള്ള അന്തിമ സത്യങ്ങളാണ്
ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചരിത്ര വസ്തുതയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം എടുക്കേണ്ട ചില കരുതലുകളെ കുറിച്ച് ആദ്യമേ ഒന്ന് പറയാൻ ശ്രമിക്കാം. ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം, അത് സ്വാതന്ത്ര്യ സമരമാകട്ടെ, അതൊരു കർഷക മുന്നേറ്റമാകട്ടെ, അതൊരു കലാപമാകട്ടെ, മറ്റൊന്നുമാകട്ടെ, ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം ഒരൊറ്റ കാരണത്തിൽ നിന്ന് മാത്രം പൊട്ടിപ്പുറപ്പെട്ട് ഒരൊറ്റ സാമൂഹ്യ ബലത്താൽ മാത്രം നിർണയിക്കപ്പെട്ട് ഒരേ ഒരു ഫലം മാത്രം ഉളവാക്കുന്ന നിലയിൽ നിലനിന്നിട്ടില്ല. 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒരൊറ്റ സ്രോതസ്സിൽ നിന്നായിട്ട് ഒരു കലാപവും പൊട്ടിപ്പുറപ്പെടുന്നില്ല. ഒരു സാമൂഹ്യ പ്രക്രിയയും ഒരൊറ്റ സ്രോതസ്സിൽ നിന്ന് മാത്രമായി പൊട്ടിപ്പുറപ്പെടില്ല. ഒരു ചരിത്ര സന്ദർഭം, ചരിത്ര പ്രക്രിയ രൂപപ്പെടുന്നത് നിരവധി പ്രഭവങ്ങളിൽ നിന്നാണ്. നിരവധി പ്രഭവങ്ങളിൽ നിന്ന് പുറപ്പെട്ട നാനാതരം ബലങ്ങൾ ഒരു സവിശേഷ ബിന്ദുവിൽ സംയോജിക്കുമ്പോഴാണ് അതൊരു ചരിത്ര പ്രക്രിയയായി, ചരിത്ര സന്ദർഭമായി മാറിയിരിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. അതല്ലാതെ ആ പ്രഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ തെരഞ്ഞെടുത്ത് അതിനെ മാത്രം മുൻനിർത്തി ഈ ചരിത്ര സന്ദർഭത്തിന്റെ, ചരിത്ര പ്രക്രിയയുടെ സ്വഭാവം നിർവചിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ പക്ഷപാതങ്ങൾ ചരിത്രത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ്. അങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് അവകാശമില്ലെന്ന് ചോദിച്ചാൽ അവകാശമുണ്ട്. പക്ഷെ അതിന് ചരിത്ര യാഥാർത്ഥ്യവുമായി പ്രത്യേകിച്ച് ബന്ധവുമില്ല. അതുകൊണ്ട് കുമാരനാശാൻ കവിതയിൽ പറയുന്നത് ഏകകാര്യം അഥവാ ബഹുധമാണ്, ഏകഹേതു ബഹുകാര്യകാര്യ എന്നാശാൻ ഒരു കവിതയിൽ പറയുന്നത്. ഒരൊറ്റ കാര്യം പല കാരണങ്ങളിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കും, പൊട്ടിപ്പുറപ്പെട്ടതായിരിക്കും. അതുപോലെ ഒരു കാരണം പല കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു സ്രോതസ്സിനെ മാത്രം നോക്കിയാൽ പോരാ, നിരവധി സ്രോതസ്സുകളുണ്ട്. ഒരു ചരിത്രാനുഭവത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ ധാരണ, അഥവാ ഞാൻ പറയുക ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രപരമായ, ഭൗതികവാദപരമായ ഒരു ധാരണ എന്ന് പറയുന്നത് ചരിത്രത്തെ, സംഭവങ്ങളെ ഒരു പ്രക്രിയയായി കാണലാണ്, അല്ലാതെ ഒരു സത്തയായി സ്തബ്ധമാക്കലല്ല. പ്രക്രിയാപരമായി കാണുന്നതും സത്താപരമായി കാണുന്നതും 2 കാര്യമാണ്. പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് ചലിക്കുന്നതാണ്. പല ഘടകങ്ങൾ കൂടിക്കലർന്ന് അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ ചലനാത്മകമായി നിലകൊള്ളുന്നതാണ് പ്രക്രിയ. സത്തയാകട്ടെ ഭൂതകാലത്തെ നിശ്ചലമാക്കി അതിനൊരു ഏകമാന സ്വഭാവം അതിനുമേൽ അടിച്ചേൽപ്പിച്ച് ആരോപിച്ച് അതിനെ നിസ്സംഗവും നിശ്ചലവുമാക്കുന്നതാണ് സത്താപരമായ സമീപനം. ചരിത്രത്തിന്റെ യഥാർത്ഥ സ്വഭാവം സംശയരഹിതമായും പ്രക്രിയാപരമാണ്, സത്താപരമല്ല. ഈ മലബാർ കലാപത്തെ കുറിച്ച് ഹിന്ദുത്വവാദികൾ അവതരിപ്പിക്കുന്ന സമീപനത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം അത് ഈ കലാപത്തിന്റെ സവിശേഷമായ പ്രക്രിയാപരമായ ഉള്ളടക്കത്തെ കാണാതെ അതിനെ മുഴുവൻ മറച്ചുവെച്ച് അതിനെ ഒരേ ഒരു ഘടകത്തെ മാത്രം സവിശേഷമായി ഉയർത്തിപ്പിടിച്ച് ആ ഘടകം കൊണ്ട് കലാപത്തെ നിർവചിക്കലാണ്. ആ ഘടകം മാത്രമേ ഉള്ളൂ. അതെന്താണ്? കലാപത്തിന്റെ അവസാന ഘട്ടത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞ വൈര്യകുന്നനെ പോലുള്ളവരുടെ സമർത്ഥമായ നേതൃത്വം ഏതാണ്ട് തകരുകയും കലാപം പലയിടങ്ങളിൽ പലതായി ചെതറുകയും ഒറ്റതിരിഞ്ഞ പ്രദേശങ്ങളിൽ കലാപത്തിന് വ്യക്തിപരമായ ചില സ്വഭാവങ്ങളൊക്കെ വരികയും ജന്മിമാർ ആക്രമിക്കപ്പെടുകയും ചിലയിടങ്ങളിൽ അതിന് മതപരമായ ഏറ്റുമുട്ടലിന്റെ സ്വഭാവം കൈവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കലാപത്തിന്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടായ സന്ദർഭങ്ങളിൽ ചിലതിനെ എടുത്തു കാണിച്ച് ആ സന്ദർഭങ്ങളെ കലാപത്തിന്റെ ആകമാനമുള്ള സ്വഭാവമാക്കി മാറ്റുകയാണ് വാസ്തവത്തിൽ ഈ ഹിന്ദു വർഗീയവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു നിലയ്ക്ക് അവരിവിടെ മാത്രം ചെയ്യുന്നതല്ല. ഇന്ത്യാ ചരിത്രത്തെ ആകമാനം അവർ കാണുന്നത് മതം
മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥയാണ്. അതിവിടെ മാത്രമല്ല, ഇപ്പോൾ ഒരു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു എന്നത് അവർ കാണുക ആ ക്ഷേത്രത്തിനെതിരെ ആക്രമിച്ചവരുടെ മതവിദ്വേഷമാണ് അതിൻ്റെ കാരണം എന്നാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണം ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ മലബാറിലെ പല ക്ഷേത്രങ്ങളും ആക്രമിച്ചു എന്ന് പറയുകയും അതിന് അടിസ്ഥാന കാരണം ടിപ്പുവിൻ്റെ മതവിദ്വേഷമാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ വർഗീയവാദികളുടെ ദീർഘകാല പ്രചാരവേലയാണ്. ഞാനൊരു കാര്യം മാത്രം പറയാം, അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ വിഷയമല്ല. മലബാറിലെ ക്ഷേത്രങ്ങൾ, ജന്മിമാരുടെ ക്ഷേത്രങ്ങൾ ടിപ്പു ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. പക്ഷേ ഇതേ ടിപ്പു തന്നെയാണ് മൈസൂരിൽ ശൃംഗേരി മഠത്തിന് എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക പിന്തുണകളും നൽകിക്കൊണ്ടിരുന്നത്. ശൃംഗേരി മഠത്തിന് എത്രയും സഹായം നൽകിയതിൻ്റെ എത്രയോ രേഖകൾ നമുക്ക് ലഭ്യമാണ്. മതവിദ്വേഷമാണ് കാരണമെങ്കിൽ മലബാറിൽ മാത്രം പോരല്ലോ, മൈസൂരിൽ വേണം. ശങ്കരൻ സ്ഥാപിച്ച ശൃംഗേരിയിലെ മഠത്തെ പിന്തുണയ്ക്കാൻ ടിപ്പുവിന് മടിയില്ല. മലബാറിലെ പക്ഷേ ജന്മിമാരുടെ ക്ഷേത്രങ്ങളെ അദ്ദേഹം ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അടിസ്ഥാനപരമായി മതമല്ല, രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട്? ടിപ്പു മലബാറിൽ മേൽക്കൈ നേടുന്ന സമയത്ത് മലബാറിലെ ജന്മിമാർ ഒന്നടങ്കം ടിപ്പുവിനെതിരെ ബ്രിട്ടീഷ് സൈന്യത്തോടൊപ്പം നിന്നവരാണ്, കമ്പനിക്കൊപ്പം നിന്നവരാണ്. നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര പോരാളിയായി കാണുന്ന പഴശ്ശിരാജാവ് തന്നെ ടിപ്പുവിനെതിരെ കമ്പനിയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്ത ഒരാളാണ്. നമ്മളത് ഓർക്കാറില്ല. കമ്പനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ടിപ്പുവിനെതിരെ കമ്പനിയുടെ ഭാഗത്ത് അണിനിരുന്ന ഒരാളാണ് പഴശ്ശി. പഴശ്ശി കമ്പനിയുമായി തെറ്റുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടോ ബ്രിട്ടീഷുകാർ കേരളം വാഴുന്നത് കൊണ്ടോ ഒന്നുമല്ല. പഴശ്ശി ഈ കമ്പനിയുമായി തെറ്റുന്നതിൻ്റെ കാരണം ഉൾവനാട് താലൂക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കരം തിരിക്കാനുള്ള അവകാശം തനിക്ക് തരാതെ തൻ്റെ അമ്മാവന് നൽകാനായിട്ട് കമ്പനി തീരുമാനിച്ചതാണ് പഴശ്ശിയെ ചൊടിപ്പിച്ചത്. അതേ തുടർന്നാണ് അദ്ദേഹം സാഹസികമായൊരു വലിയ ഏറ്റുമുട്ടലിന് തയ്യാറായത്. അദ്ദേഹത്തിൻ്റെ ഏറ്റുമുട്ടലിനെയും അതിൻ്റെ പിന്നിലുള്ള വലിയ സമർപ്പണത്തെയും വീരസാഹസികതയെയും ഒക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ അത് അടിസ്ഥാനപരമായ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ കലാപം എന്നതിനേക്കാൾ നാടുവാഴുന്ന അധികാരം നിലനിർത്താനുള്ള ഒരു തദ്ദേശീയ രാജാവിൻ്റെ ശ്രമം എന്ന നിലയിൽ കൂടി നമുക്കതിനെ കാണാം. അതൊരു കുറവല്ല. കാരണം ആ കാലത്ത് ഒരു നാടുവാഴി പ്രഭുവിന്, ഒരു രാജാവിന് ഉന്നയിക്കാവുന്ന ഒരു മുദ്രാവാക്യത്തിൻ്റെ പരമാവധി തനിക്ക് തന്നെ അധികാരം കിട്ടണമെന്നാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നൊരു മുദ്രാവാക്യം ഉയരണമെങ്കിൽ ആധുനിക ദേശീയ ബോധം വേണം. അത് പഴശ്ശിക്കുണ്ടാവണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൽ ഒരർത്ഥമില്ല. 18-19 നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പഴശ്ശി ദേശീയത എന്ന ആശയം ഉയർത്തി സമരങ്ങളില്ല. കാരണം ആശയം രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരാശയം രൂപപ്പെടുന്നത് ചരിത്രത്തിനകത്താണ്. പഴശ്ശിയുടെ യുദ്ധം അടിസ്ഥാനപരമായി തൻ്റെ അധികാരം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, 18-ാം നൂറ്റാണ്ട് അവസാനവും 19-ാം നൂറ്റാണ്ട് ആരംഭം വരെയും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുമായി ഒരു നിലയ്ക്കും സന്ധി ചെയ്യാതിരുന്ന, സർവ്വതലങ്ങളിലും ബ്രിട്ടീഷ് അധികാരത്തോട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന മിക്കവാറും ഒരേ ഒരാളെ ഉള്ളൂ. അയാളുടെ പേര് ടിപ്പു സുൽത്താൻ എന്നാണ്. അതുകൊണ്ട് നമ്മൾ വിശാലമായ രാജ്യസ്നേഹത്തിന്റെ കഥ ആലോചിച്ചാൽ ടിപ്പു സുൽത്താന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ ശേഷിയുള്ള നാട്ടുരാജാക്കന്മാരോ പ്രഭുക്കന്മാരോ അക്കാലത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ടിപ്പു മൈസൂർ എന്ന് പറയുന്ന അതിവിപുലമായ ഒരു പ്രദേശത്തിന്റെ അധികാരിയായിരുന്നു. പഴശ്ശിയൊക്കെ ആകട്ടെ ചെറിയ ചെറിയ നാട്ടുപ്രദേശങ്ങളുടെ അധികാരികളായിരുന്നു. ടിപ്പുവിന് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാനുള്ള ഒരു സൈനികവും സാമ്പത്തികവും ഒക്കെയായ ബലമുള്ള ഒരാളായിരുന്നു. വലിയ സാങ്കേതിക വിജയം നേടിയ ഒരാളായിരുന്നു. ടിപ്പുവിനെ കുറിച്ചുള്ള ഒരു വിവരം, ഫ്രാൻസിൽ നിന്ന് വരുത്തിയ തോക്കുകൾ മൈസൂരിലുണ്ടാക്കുന്ന തോക്കുകളുടെ നിലവാരമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ഫ്രാൻസിലേക്ക് തന്നെ മടക്കി അയച്ച ആളാണ് ടിപ്പു സുൽത്താൻ. അത്രയും സാങ്കേതിക വികാസം അക്കാലത്ത് നേടി. പാലക്കാട് ചുരം തെളിയിച്ചെടുത്ത ആളാണ്. അവിടെ മുഴുവൻ വഴിവെട്ടിയ ആളാണ്. റവന്യൂ ഭൂമി തരംതിരിച്ച് നികുതി പിരിക്കാൻ ഏർപ്പാടാക്കിയ ആളാണ്. അങ്ങനെ ഒരുപാട് ആധുനിക പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ്. പക്ഷെ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് ടിപ്പു എന്താണെന്ന് ചോദിച്ചാൽ പൊളിഞ്ഞു കിടക്കുന്ന ഏത് അമ്പലവും കൊടുത്ത ഒരാളാണ്.
എൻ്റെ നാട്ടിലൊക്കെ പൊളിഞ്ഞിടക്കുന്ന അമ്പലം ടിക്കു പൊളിച്ചു എന്നാണ് പറയുക. എൻ്റെ നാട്ടിലൊന്നും ടിക്കു വന്നിട്ടില്ല. വന്നു ഇല്ലെന്നൊന്നും പ്രശ്നമല്ല, പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കുവിൻ്റെ അക്കൗണ്ടിലായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു അവതരണ രീതി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഒരു ചരിത്രത്തിലെ ഒരു സംഭവം അരങ്ങേറുന്നത് ഒരു നിലയ്ക്കായിരിക്കും, പിന്നീട് അവതരിപ്പിക്കപ്പെടുന്നത് വേറൊരു നിലയ്ക്ക്. അപ്പം മലബാർ കലാപത്തെ സംബന്ധിച്ച് മലബാർ കലാപത്തിന്റെ പിന്നിൽ എത്രയോ ബലങ്ങൾ, സാമൂഹിക ബലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ വർഗീസ് മാഷയുടെ ഇന്ത്യൻ ലോകത്തെ കുറിച്ച് പറഞ്ഞു. മലബാർ കലാപം 1921 കൊടുങ്ങനെ ഉണ്ടായ ഒന്നല്ല. 1830 മുതലെങ്കിലും മലബാർ സംഘർഷങ്ങൾ എറണാട് വള്ളുവനാട് താലൂക്കുകളിൽ പ്രത്യേകിച്ചു. ആ സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണം മാപ്പിളമാരുടെ മതഭ്രാന്താണ് എന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ലോഗൻ, മലബാറിലെ മജിസ്ട്രേറ്റ് കൂടിയായിരുന്ന, ജില്ലാ കളക്ടർ കൂടിയായിരുന്ന ലോഗൻ, ഈ കലാപങ്ങളുടെ പൊട്ടിത്തെറികളുടെ അടിസ്ഥാന പ്രശ്നം ബ്രിട്ടീഷുകാർ മലബാറിലെ ഭൂനിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് എന്ന് ആദ്യമായി പറയുന്നു. എന്താണ് സംഭവിച്ചത്? മലബാറിൽ നിലനിന്നിരുന്ന പരമ്പരാഗത ഭൂബന്ധങ്ങളിൽ ഭൂമിയുടെ ഔപചാരികമായ ഉടമകൾ ജന്മിമാരായിരുന്നത് പോലെ ആ ഭൂമിയിൽ പണിയെടുക്കാനുള്ള ഔപചാരികമായ അവകാശം കുടിയാനുണ്ടായി. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു മാറ്റം 1805 ശ്രീരംഗപട്ടണ ഉടമ്പടിക്ക് ശേഷം ബ്രിട്ടീഷുകാർ ടിപ്പു പിൻവാങ്ങി മലബാർ ബ്രിട്ടീഷുകാരുടെ പ്രവിശ്യകളിൽ ഒന്നായിരുന്നു. അവരുടെ ഭൂനിയമത്തിൽ ബ്രിട്ടീഷുകാർ അവിടുത്തെ ഭൂനിയമത്തിൽ കൊണ്ടുവന്ന മാറ്റം മലബാറിലെ ഭൂമി ജന്മിമാരുടെ നിയമപരമായ ഉടമസ്ഥതയിലാണ്. അത് ബ്രിട്ടീഷ് ഭൂപ്രഭുത്വത്തിന്റെ, ബ്രിട്ടനിലെ നാടുവാഴി ഭൂപ്രഭുത്വത്തിന്റെ സ്വഭാവത്തിൽ ബ്രിട്ടീഷ് അവർക്ക് പറ്റിയുള്ള ഫ്യൂഡൽ ബന്ധങ്ങളുടെ മാതൃകയിലേക്ക് മലബാറിലെ ബന്ധങ്ങളെ മാറ്റി. അതോടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അക്കാലം വരെ ഔപചാരികമായ അവകാശം, കൃഷി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്ന കുടിയാന്മാർക്ക് ഭൂമിയിൽ യാതൊരു അവകാശവും ഇല്ല. ഭൂമി ഔപചാരികമായി മാത്രമല്ല നിയമപരമായും ജന്മിയുടെ സ്വത്തായി തീർന്നു. ജന്മിയുടെ സ്വത്തായി തീർന്നതോടെ അവിടെ കൃഷി ചെയ്തിരുന്ന കുടിയാനെ എപ്പോൾ വേണമെങ്കിലും ഒഴിപ്പിക്കാനും കൂടുതൽ പാട്ടം ആവശ്യപ്പെടാനും, കൂടുതൽ പാട്ടം നൽകിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് കൂടുതൽ പാട്ടം വാങ്ങി ഭൂമി കൈമാറുക, മേൽച്ചാർട്ട് എന്ന് പറയും, ആ മേൽച്ചാർട്ടിലൂടെ മറ്റൊരാൾക്ക് ലഭിച്ചു കൊടുക്കാനും ഒക്കെ ജന്മിക്ക് അവകാശമുണ്ട്. ലളിതമായി പറഞ്ഞാൽ, അക്കാലം വരെ നിലനിന്നിരുന്ന പരസ്പര ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു കാർഷിക ക്രമത്തെ തകർത്ത് ജന്മിക്ക് സമ്പൂർണ്ണ അധികാരം നൽകിക്കൊണ്ടും കുടിയാനെ സമ്പൂർണമായി നിരാധാരമാക്കിക്കൊണ്ടുമാണ് മലബാറിലെ ഭൂനിയമങ്ങളിൽ ബ്രിട്ടീഷുകാർ മാറ്റം വരുത്തിയത്. ഈ മാറ്റം വരുത്തുന്ന ഘട്ടത്തിൽ മലബാറിൽ മറ്റ് മാറ്റങ്ങളും കൂടി നടക്കുന്നുണ്ട്. ഒന്ന്, ബ്രിട്ടീഷ് ടിപ്പുവിന്റെ പിൻവാങ്ങലോടെ മലബാറിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം നേടുകയും അങ്ങനെ ആധിപത്യം നേടിയ ബ്രിട്ടീഷുകാർ ടിപ്പുവിന്റെ കാലത്ത് മലബാറിലെ മാപ്പിളമാർ ടിപ്പുവിനെ പിന്തുണച്ചവരാണ് എന്ന് ആരോപിച്ച് മാപ്പിളമാർക്കെതിരെ വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങളും അടിച്ചമർത്തലുകളും നടത്തുകയും ചെയ്തു. ഒപ്പം ടിപ്പുവിന്റെ കാലത്ത് മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്കും കൊച്ചിയിലേക്കും പലായനം ചെയ്ത ജന്മിമാരും ഭൂപ്രമുഖന്മാരും മടങ്ങി വരികയും കമ്പനി ഭരണത്തിന്റെ പിന്തുണയോടെ തദ്ദേശീയരായ മാപ്പിളമാർക്കെതിരെ അടിച്ചമർത്തലുകൾ മറ്റൊരു ഭാഗത്തും നടത്തുകയും ചെയ്തു. ഇങ്ങനെ കമ്പനി അധികാരവും ജന്മി പ്രഭുത്വവും കൈകോർത്തുകൊണ്ട് മലബാറിലെ മാപ്പിളമാരായ കുടിയാന്മാർക്കെതിരെ പലതരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്ന ഒരു കാലമാണ് 1810-20 കാലയളവ്. ഈ സംഘർഷമാണ് വാസ്തവത്തിൽ മലബാറിലെ ഏറ്റുമുട്ടലുകളിലേക്ക് പതിയെ വികസിച്ചു വരുന്നത്. ഒപ്പം തന്നെ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം നമ്മുടെ കോഴിക്കോട് മുതൽ തെക്കോട്ടുള്ള തീരപ്രദേശങ്ങളിൽ വാണിജ്യത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന മാപ്പിള സമുദായത്തിന് ആ വാണിജ്യപരമായ പങ്ക്, അതിനുള്ള ഇടം നഷ്ടപ്പെടുകയും ഉൾനാടുകളിലേക്ക് പിൻവാങ്ങാൻ നിർബന്ധിതരായി തീരുകയും ആ ഉൾനാടുകളിലേക്കുള്ള പിൻവാങ്ങൽ മാപ്പിള സമുദായത്തെ അവരക്കാലം
പോർച്ചുഗീസ് ആധിപത്യത്തിന് ശേഷം വാണിജ്യ മേഖലയിൽ മാപ്പിളമാർക്കുണ്ടായിരുന്ന സ്വാധീനത്തിന് സംഭവിക്കുന്ന ഇടിവ്, ബ്രിട്ടീഷ് ഭൂനിയമ പരിഷ്കാരം വഴി കുടിയാന്മാരെ നിരാധാരമാക്കുന്ന കമ്പനിയുടെ ഭരണ നടപടി, കമ്പനി ഭരണകൂടവും ജന്മി പ്രമുഖന്മാരും ഒരുമിച്ച് ചേർന്ന് മലബാറിലെ കർഷക സമുദായത്തിനെതിരെ, മാപ്പിള കർഷകർക്കെതിരെ നടത്തുന്ന അടിച്ചമർത്തലുകൾ. ഈ സംഘർഷങ്ങളെല്ലാം ചേർന്ന് അവസാനം ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത് മതത്തിന്റെ രൂപത്തിലാണ്. ഇതാണ് പ്രശ്നം. എന്തുകൊണ്ട് മതത്തിന്റെ രൂപത്തിൽ വരുന്നു? വാസ്തവത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാധുനിക സമൂഹം നിലവിൽ വരുന്നത് വരെ മലബാറിലാകട്ടെ മറ്റെവിടെയുമാകട്ടെ പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന, പ്രതിഫലിക്കുന്ന, അതേ ചൊല്ലി തർക്കങ്ങൾ അരങ്ങേറുന്ന ഒരു പൊതുമണ്ഡലം എന്ന് പറയാവുന്നത് മിക്കവാറും മതമാണ്. മതത്തിനപ്പുറം ഒരു പൊതുമണ്ഡലം ഇല്ല. ഇപ്പൊ മലബാറിലെ സമരത്തിൽ കർഷകരെ സംഘടിപ്പിച്ചത് ഏറിയ പങ്കും മലബാറിലെ കെ.എൻ. പണിക്കര് പരമ്പരാഗത ബുദ്ധിജീവികൾ എന്ന് വിശേഷിപ്പിക്കുന്ന മുസ്ലിം മതപുരോഹിതന്മാര്, ഉലമാക്കളും അതുപോലെ തങ്ങൾമാരും അതുപോലെ പള്ളികളെ കേന്ദ്രീകരിച്ചുള്ള മതപുരോഹിതന്മാരുമാണ് ഈ സംഘാടനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. ഇതിനെ മുൻനിർത്തിയാണ് ഇത് കർഷക സമരമല്ല മതലഹളയാണ് എന്ന് വാദിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, കേരളത്തിൽ ഒരു കർഷക പ്രസ്ഥാനം ഉണ്ടാകുന്നത് 1920 ശേഷമാണ്. കലാപം തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. അന്ന് ഈ സമരത്തെ ഏറ്റെടുക്കാനോ കർഷകരെ കാർഷിക പ്രശ്നങ്ങൾ മുൻനിർത്തി അണിനിരത്താനോ, ഇതൊരു കാർഷിക പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ പോലുമോ പറ്റുന്ന നിലയിലുള്ള ഒരു സാമൂഹിക അവബോധം ഇവിടെ രൂപപ്പെട്ടിട്ടില്ല. ഉള്ള പ്രശ്നം എന്താണ്? കുടിയാനായിട്ടുള്ള മാപ്പിള കർഷകർ, മറുഭാഗത്ത് ഈ കുടിയാന്മാരെ മുഴുവൻ അടിച്ചമർത്തുകയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പിന്തുണ നേടി നിരന്തരമായി അവരെ മർദ്ദിച്ചൊതുക്കുകയും ചെയ്യുന്ന ജന്മി പ്രഭുത്വം. ഈ ജന്മി പ്രഭുത്വം സവർണ ഹൈന്ദവ മതവിഭാഗ ജാതികളിൽപ്പെട്ടവരാണ്. അടിച്ചമർത്തപ്പെട്ട കുടിയാന്മാര് മാപ്പിളമാണ്. അതുകൊണ്ട് സമരം പുറത്തേക്ക് വരുന്നത് മാപ്പിള കർഷകരും ജന്മിമാരായ സവർണ ഹൈന്ദവ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടലിന്റെ പിന്നിൽ പക്ഷെ ഒരു നൂറ്റാണ്ടായി നിലനിൽക്കുന്ന ഈ സംഘർഷങ്ങളെല്ലാം കൂടിക്കലർന്ന് കിടക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കാം. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ നടന്ന സമരങ്ങളുടെ വെറും ഒരു തുടർച്ചയാണ് 1921 എന്നും കരുതരുത്. ഈ ഘടകമുണ്ട്. ഈ ഘടകമുള്ളപ്പോൾ തന്നെ 1921 എത്തുമ്പോഴേക്കും കൂടുതൽ ഘടകങ്ങൾ വരുന്നു. എന്തൊക്കെ? ഒന്ന്, 1915 ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധം ലോകമെമ്പാടും വലിയ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികൾ ഉളവാക്കി. ആ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികൾ മലബാറിൽ താരതമ്യേന അതിരൂക്ഷമായി വരികയും ചെയ്തു. ആ രൂക്ഷാവസ്ഥ മുഴുവൻ ഏറ്റെടുക്കേണ്ടി വന്നത് മലബാറിലെ കർഷക സമൂഹത്തിനാണ് എന്നതൊരു കാരണം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഘട്ടത്തിലാണ് തുർക്കിയിലെ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് മുസ്ലിങ്ങളുടെ ലോക നേതാവായിട്ടുള്ള ഖലീഫയുടെ സ്ഥാനത്തെ ഏറ്റെടുക്കുന്ന ഒരു നിലപാട് ഈ പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സ്വീകരിച്ചത്. യുദ്ധത്തിൽ പങ്കുചേർന്നാൽ ഖലീഫ സ്ഥാനം പുനഃസ്ഥാപിക്കാനെന്ന വാഗ്ദാനം അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലോക സാമ്രാജ്യത്വ ശക്തികൾ നൽകുന്നുണ്ട്. പക്ഷെ യുദ്ധം കഴിഞ്ഞപ്പോൾ ഖലീഫ സ്ഥാനം പുനഃസ്ഥാപിക്കാനോ അതിന്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളാനോ അവർ തയ്യാറായില്ല. ഇത് ലോകവ്യാപകമായി മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധമായ വലിയ രാഷ്ട്രീയ പ്രതിഷേധം ഉയർന്നു വരുന്നതിന് കാരണമാണ്. ഈ രാഷ്ട്രീയ പ്രതിഷേധമാണ് പിന്നീട് ഖിലാഫത്ത് എന്ന പേരിലുള്ള ഒരു പ്രസ്ഥാന രൂപം ആർജിച്ചത്. ഖിലാഫത്ത് ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ആണ്. ഒരർത്ഥത്തിൽ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ലോക നേതാവായി ഖലീഫയെ പുനഃസ്ഥാപിക്കുക, തുർക്കിയിലെ ഖലീഫയെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപപ്പെടുന്ന ഒരാശയമാണ്. ഗാന്ധിജി പക്ഷേ ഖിലാഫത്തിനെ ബ്രിട്ടീഷ് വിരുദ്ധമായ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി കൂട്ടിച്ചേർക്കാനായിട്ട് തീരുമാനിച്ചു. അന്ന് അതിനോട് വിയോജിപ്പുള്ളവരായിരുന്നു അനി ബസന്റ് അടക്കം പല വലിയ നേതാക്കളും അതിനെതിരായിരുന്നു. ഗാന്ധിജി പക്ഷേ ഇതൊരു സവിശേഷ അവസരമായിട്ടാണ് കണ്ടത്. ഗാന്ധിജി കരുതിയത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി
മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള മതപരമായ അകലങ്ങളാണ്. ഈ അകലം പരിഹരിക്കാനുള്ളൊരു സുവർണാവസരമായി ആ അകലം പരിഹരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരുമിച്ച് അണിനിരക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ദേശീയ പ്രസ്ഥാനത്തെ മാറ്റാം എന്നൊരു കാഴ്ചപ്പാട് ഗാന്ധിജി കൈക്കൊണ്ടു. അതുകൊണ്ട് ഗാന്ധിജിയുടെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും വലിയൊരു വിഭാഗം നേതാക്കളുടെയും മതനിരപേക്ഷമായ വീക്ഷണങ്ങൾക്കപ്പുറം പോകുന്ന നിലയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ തന്നെ വലിയ തോതിൽ വിമർശിച്ച നിലയിൽ വിമർശിച്ചിരുന്നിട്ടും ഗാന്ധിജി ഖിലാഫത്തിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. കൗതുകമുള്ളൊരു കാര്യം കൂടി പറയാം. അന്ന് ഖിലാഫത്തിനെ പിന്തുണയ്ക്കാനുള്ള ഗാന്ധിയുടെ തീരുമാനത്തെ ഏറ്റവും ശക്തമായി എതിർത്താത് മുഹമ്മദ് അലി ജിന്നയാണ്. ജിന്ന ഇതിനെതിരാണ്. ഖിലാഫത്തിനെ പിന്തുണയ്ക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെ ജിന്ന അടിമുടി എതിർക്കുന്നത്. ജിന്ന മാത്രമല്ല, ഒരുപാട് വലിയ നേതാക്കൾ. പക്ഷെ ഗാന്ധിജി അതിനെ പിന്തുണയ്ക്കാൻ. അങ്ങനെ ഖിലാഫത്ത് എന്ന് പറയുന്നത് സാർവദേശീയമായ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം അല്ലെങ്കിൽ മുസ്ലിം മുന്നേറ്റം, രാഷ്ട്രീയ മുന്നേറ്റം എന്നതിൽ നിന്ന് വഴിമാറി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി കൂടിയിണക്കുന്ന മറ്റൊരു രൂപം അതിന് ആ കാലത്ത് കൈവരും. അപ്പൊ അങ്ങനെ നോക്കിയാൽ 19-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്ന ഒരു കാർഷിക വൈരുദ്ധ്യം, മലബാറിലെ മുസ്ലിം സമുദായം 19-ാം നൂറ്റാണ്ടിൽ നേരിടേണ്ടി വന്ന ജന്മിമാരുടെയും കമ്പനി ഭരണത്തിൻ്റെയും സവിശേഷമായ അടിച്ചമർത്തൽ, കമ്പനി ഭരണവും ജന്മിത്വവും തമ്മിലുള്ള വലിയ ഒത്തുചേരൽ, 915 തുടങ്ങുന്ന ഒന്നാം ലോകയുദ്ധം ഉണ്ടാക്കിയ ആഗോള സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധി, ഖിലാഫത്തും അതുയർത്തിക്കൊണ്ടുവന്ന ബ്രിട്ടീഷ് വിരുദ്ധമായ മുസ്ലിം രാഷ്ട്രീയ ബോധവും ആ ഖിലാഫത്തിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി കൂട്ടിയിണക്കി അതിന് തദ്ദേശീയമായ മറ്റൊരു രാഷ്ട്രീയ ഉള്ളടക്കം നൽകുന്ന ഗാന്ധിയുടെ ഇടപെടലുകൾ, ഇതെല്ലാം കൂട്ടിക്കലർന്ന് ഒപ്പം തന്നെ ഇതെല്ലാം കൂടി കലർന്നിട്ടാണ് 921 കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് പ്രാദേശികമായ ചില ഇഷ്യൂസ്, മമ്പറം തങ്ങളെ പിടികൂടാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ, പൊടുന്നനെ കത്താൻ ആളിരുന്ന സന്ദർഭത്തിന് തീ പകരുന്നതായി കലാപം പൊട്ടിപ്പുറപ്പെട്ട ആദ്യഘട്ടത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നതിനെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അത് വളരെ വ്യവസ്ഥാപിതമായ ബ്രിട്ടീഷ് വിരുദ്ധ സ്വഭാവമുള്ള കലാപമായിട്ടാണ് മുന്നേറിയത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി കലാപം രണ്ടു കൂട്ടർക്കെതിരായിരുന്നു. ഒന്ന് ജന്മിമാർക്കും ജന്മിമാരുടെ പിടിയാളുകളായി പ്രവർത്തിക്കുന്ന അംശമധികാരികൾക്ക്, രണ്ട് പ്രത്യക്ഷമായി ബ്രിട്ടീഷ് അധികാരികളായി ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾക്ക്. ഇവർക്കെതിരെയാണ് കലാപം ആസൂത്രിതമായി നീങ്ങിയത്. ആദ്യഘട്ടത്തിലെ മുന്നേറ്റങ്ങളെല്ലാം തന്നെ ഈ സവിശേഷമായ രണ്ട് അധികാര സ്ഥാനങ്ങൾക്കെതിരെയാണ്. ജന്മിമാർക്ക്, ബ്രിട്ടീഷ് അധികാര സ്ഥാപനം. ഇപ്പോൾ കലാപത്തിന്റെ ആദ്യഘട്ടത്തിൽ കടന്നാക്രമിക്കുന്നവരെ എന്താ പറയുക, അത് ആദ്യഘട്ടത്തിൽ കലാപകാരികൾ ആക്രമിക്കുന്നത് ഇപ്പൊ കമ്പിത്തപാൽ അത് തകർക്കാൻ ശ്രമിക്കുന്നു, റെയിൽവേ അത് തകർക്കാനായിട്ട് ശ്രമിക്കുന്നു, തിരൂരങ്ങാടിയിലെ അക്കൗണ്ട്സ് ഓഫീസിന് തീവയ്ക്കുന്നു. തിരൂരങ്ങാടി അക്കൗണ്ട്സ് ഓഫീസ് പോലുള്ള സ്ഥാപനങ്ങൾ മലബാറിലെ കാർഷിക ബന്ധങ്ങളുടെ അതിൻ്റെ രേഖകളെല്ലാം ശേഖരിക്കുന്നതാണ്. അങ്ങനെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളും കമ്പിത്തപാലും റെയിൽവേ അടക്കമുള്ള സംവിധാനങ്ങളും തകർക്കുകയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് വധിക്കുകയും അല്ലെങ്കിൽ ജന്മിമാരെ കടന്നാക്രമിച്ച് ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയിൽ ജന്മിവിരുദ്ധവും സാമ്രാജ്യവിരുദ്ധവുമായ ഒരു ജനകീയ മുന്നേറ്റം എന്ന നിലയിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പക്ഷെ കലാപത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അത് ബ്രിട്ടീഷ് അധികാരികളുടെ വലിയ തോതിലുള്ള അടിച്ചമർത്തലിന് വിധേയമായി. ആ അടിച്ചമർത്തൽ കലാപത്തിന്റെ ആസൂത്രിതമായ നേതൃത്വത്തെ മിക്കവാറും ഇല്ലാതാക്കി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു വ്യവസ്ഥാപിതമായ സമരം എന്നതിൽ നിന്ന് ചെതറിപ്പോയൊരു സമരമായി തീരുകയും പ്രാദേശിക നേതൃത്വത്തിന്റെ പിടിയിലേക്ക് അത് കൂടുതൽ ചെന്ന് ചേരുകയും ചെയ്തു. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, വാര്യകുന്നനെ പോലെയുള്ള ചില സമുന്നതരായ നേതാക്കളെ മാറ്റിവെച്ചാൽ മലബാർ കലാപത്തിന്റെ സംഘാടനവും അതിന്റെ ആസൂത്രണവും ഏറിയ പങ്കും
മതപുരോഹിതന്മാരെ കേന്ദ്രീകരിച്ചാണ് നടന്നത്. അതിനൊരു കാരണം, രണ്ട് കാരണങ്ങൾ പറയാം. ഒന്ന്, ഒരു കാർഷിക കലാപത്തെ ആസൂത്രണം ചെയ്യാനോ കാർഷിക പ്രശ്നങ്ങളെ മുൻനിർത്തി അതിൽ ആളുകളെ അണിനിരത്താനോ കഴിയുന്ന മട്ടിൽ ആധുനികമായ ഒരു സംഘടനാ ബോധമോ ആധുനികമായ സംഘാടന രീതികളോ വികസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലഭ്യമായ സംഘാടന തത്വം മതമാണ്. കാരണം പീഡിപ്പിക്കപ്പെടുന്ന മുഴുവൻ ആളുകളും ഒരു മതത്തിൽപ്പെട്ടവരാണ്, പീഡിപ്പിക്കുന്നവരാകട്ടെ മറ്റൊരു മതത്തിൽപ്പെട്ടവരുമാണ്. അതുകൊണ്ട് അടിസ്ഥാന കാർഷിക വൈരുദ്ധ്യം മതപരമായ വൈരുദ്ധ്യമായി പുറമേക്ക് തെളിയാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഹിന്ദുമതത്തിനില്ലാത്ത വളരെ സവിശേഷമായ ഒരു സ്വഭാവം ഇസ്ലാമിനുണ്ട്. അത് ആ മതത്തിനകത്തുള്ള വലിയ ഒരു സാഹോദര്യ ഭാവനയാണ്. ഹിന്ദുമതത്തിന് നിങ്ങൾക്ക് വിശ്വഹിന്ദു എന്നൊക്കെ പറയാനല്ലാതെ ജാതി കൊണ്ട് തമ്മിൽ കാണാനോ തൊടാനോ അടുത്തു വരാനോ പറ്റാത്ത സ്ഥിതിയാണല്ലോ. ഇപ്പൊ 18 വിശ്വഹിന്ദു സമ്മേളനം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാൻ തന്നെ അവർക്ക് പറ്റുന്നത് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും തമ്മിൽ ചെയ്ത് ജാതിയെ ഇവിടെ ഒരുവിധം ഒതുക്കിയതുകൊണ്ടാണ്. അല്ലാന്ന് വെച്ചാൽ ഈ യോഗം ചേരാൻ പോലും പറ്റില്ല. മറിച്ച് ഇസ്ലാമിനകത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലെയും പ്രാർത്ഥനകളുണ്ട്. മതത്തെ ഒരു സാഹോദര്യ ബോധമാക്കി വൈകാരികമായ ഒരു ഒത്തുചേരലാക്കി മാറ്റുന്നുണ്ട്. ആ വൈകാരികമായ ഒത്തുചേരലുകളെയും പള്ളികളെ കേന്ദ്രീകരിച്ചുള്ള കൂട്ടക്കൂടലിനെയും മതപുരോഹിതന്മാർക്ക് രാഷ്ട്രീയമായ സംഘാടനത്തിന് ഉപയുക്തമാക്കാൻ വലിയ തോതിൽ അവസരം നൽകുകയും ചെയ്തു. വാസ്തവത്തിൽ 1943 ഞാൻ നേരത്തെ പറഞ്ഞ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള, പിന്നീട് EMS നാഷണൽ ക്വസ്റ്റ്യൻ ഇൻ കേരള, അതുപോലെ കേരള മലയാളികളുടെ മാതൃഭൂമി, ഇതിലൊക്കെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. EMS ഉന്നയിക്കുന്ന വളരെ സവിശേഷമായ ഒരു പ്രശ്നമുണ്ട്. കലാപം അടിസ്ഥാനപരമായി കാർഷികമായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് കലാപത്തിൽ പങ്കുചേർന്നവർ സവിശേഷമായ ഒരു മതസ്വഭാവം പ്രകടിപ്പിച്ചത്? അതിൻ്റെ രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാർഷികമായ ഒരു സംഘാടനം അന്ന് അസാധ്യമാണ്. രണ്ട്, ഒരു സംഘടിത മുന്നേറ്റത്തിന് ഇസ്ലാമിൽ ഉൾപ്പെട്ട മനുഷ്യരെ പ്രാപ്തമാക്കുന്ന മട്ടിലുള്ള ഒരു ഐക്യവും സാഹോദര്യ ബോധവും മലബാർ കലാപത്തിൽ പങ്കുചേർന്ന മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്നു. ഹൈന്ദവ സമൂഹമാകട്ടെ അന്ന് ജാതിയാൽ അതിഭീകരമായി വിഭജിക്കപ്പെട്ട, വിവേകാനന്ദനെ പോലൊരാള് ഞാൻ ഇന്ത്യയിൽ ഇത്രയും സ്ഥലത്ത് നടന്നിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥ ഭ്രാന്താലയം മലബാറാണ് എന്ന് പറയുന്ന മട്ടിൽ, പിന്നെ നമ്മളത് കേരളമാണെന്ന് കൂട്ടിച്ചേർക്കാനും ചെയ്തത്, വിവേകാനന്ദ മലബാറിനെ മുൻനിർത്തിയാണ് പറഞ്ഞത്, എന്ന് പറയുന്ന മട്ടിൽ ജാതിയുടെ ഭീകരത ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഈ ഘടകങ്ങൾ പരമ്പരാഗത ബുദ്ധിജീവികളായ മതപുരോഹിതന്മാർക്ക് ഈ സംഘാടനത്തിലേക്ക് മതത്തെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി വന്നതോടെ കേന്ദ്രീകൃത നേതൃത്വം, ഇപ്പൊ വയ്യകുന്നൻ നേരിട്ട് പറയുന്നുണ്ടല്ലോ, ഇത് മാപ്പിളമാരുടെ രാജ്യം സ്ഥാപിക്കാനല്ല, ഇത് മലയാള രാജ്യം സ്ഥാപിക്കാനാണ്. ഇതിന്റെ പേരിൽ മതപരമായ കടന്നാക്രമണങ്ങൾ ആര് നടത്തിയാലും കൊള്ള നടത്തിയാലും അയാളുടെ കൈവെട്ടി മാറ്റും. അങ്ങനെ തികച്ചും ബ്രിട്ടീഷ് വിരുദ്ധവും ജന്മി വിരുദ്ധവുമായ ഒരു കലാപമായിട്ട് വയ്യകുന്നന്റെ നേതൃത്വത്തിൽ ഉയർന്നു വരുന്നെങ്കിലും ആ നേതൃത്വം ശിഥിലമാകുന്നതോടെ പ്രാദേശിക നേതൃത്വത്തിലേക്ക് ഇത് പിൻവാങ്ങുകയും അപ്പോൾ ധാരാളമായി വർഗീയമെന്ന് വിളിക്കാവുന്ന വൈദ്യവിദ്യാപനങ്ങളും പകപോക്കലുകളും കടന്നാക്രമണങ്ങളും ഒക്കെ ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളിലൊക്കെ അരങ്ങേറുകയും ചെയ്തു. ഈ സംഗതിയെ മാത്രം കലാപത്തിന്റെ ഒരൊറ്റ കാരണമായി പ്രതിഷ്ഠിക്കാനാണ് സാമ്രാജ്യവാദികൾ ശ്രമിച്ചത്, ഹൈന്ദവ വർഗീയവാദികൾ ശ്രമിക്കുന്നത്. ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ചരിത്രത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ചരിത്രയുക്തിയും അതുപോലെ വർഗീയവാദികളുടെ ചരിത്രയുക്തിയും എല്ലാ കാലത്തും ഒന്ന് തന്നെയായിരുന്നു. കാരണം അവർ ഇന്ത്യയെ കാണുന്നത് മതങ്ങളുടെ നാടായിട്ടാണ്, മതകലഹങ്ങളുടെ നാടായിട്ടാണ്. അപ്പം ഇന്ത്യ വിഭജിക്കപ്പെടണം, മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടണം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമായി ജീവിക്കാൻ യോഗ്യമല്ല, അതുകൊണ്ട് രണ്ട് രാഷ്ട്രം വേണമെന്ന് ആദ്യം വാദിക്കുന്നത് നമ്മൾ കരുതുന്നത് പോലെ മുസ്ലിം ലീഗ് അല്ല. മുസ്ലിം ലീഗ് 1940 ഈ വാദം ഉയർത്തുന്നതിന് 3 കൊല്ലം മുൻപേ ഇന്ത്യ മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടണമെന്ന വാദം അവതരിപ്പിക്കുന്നത് സവർക്കറാണ്. സവർക്കർ ഒരാളുടെ പേരൊന്നുമല്ല.
മറിച്ച് ഹിന്ദുത്വം എന്ന രാഷ്ട്രീയ ആശയത്തിൻ്റെ അടിസ്ഥാന ആവിഷ്കാരമാണ് അയാൾ. മലബാർ കലാപത്തെ മുൻനിർത്തി അദ്ദേഹം ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. മലബാർ കലാപത്തെ ഹിന്ദുക്കൾക്കെതിരായ മുസ്ലിം കടന്നാക്രമണമായി അവതരിപ്പിക്കുന്നതിൻ്റെ കേന്ദ്രമായി നിലകൊണ്ട ഒരാള് സവർക്കറാണ്. അദ്ദേഹം ഒരു നോവൽ എഴുതി. അക്കാലത്ത് ധാരാളം കൃതികൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സവർക്കർ 1910 ജയിലിൽ അടയ്ക്കപ്പെട്ടു. 11 മുതൽ അദ്ദേഹം മാപ്പപേക്ഷ കൊടുക്കാനാണ്. ഇപ്പൊ പറയുന്നത് ഗാന്ധി പറഞ്ഞിട്ടാണ്. ഗാന്ധി 1920 ഇന്ത്യ 15 ഇന്ത്യയിലേക്ക് വരുന്നത്. ഗാന്ധി വരുന്നതിനും എത്രയോ മുമ്പ് സവർക്കർ മാപ്പപേക്ഷ കൊടുത്തു തുടങ്ങി. 1913 നൽകിയ മാപ്പപേക്ഷയിൽ സവർക്കർ പറയുന്നത് എന്നെ വിട്ടയച്ചാൽ എൻ്റെ പിന്തുണ മാത്രമല്ല, എൻ്റെ അനുയായികളായ 10,000 ആളുകളുടെ പിന്തുണ ഭരണകൂടത്തിന് ഉറപ്പു നൽകാനായിട്ട് എനിക്ക് കഴിയും എന്നാണ്. നിരന്തരമായി അദ്ദേഹം മാപ്പപേക്ഷ നൽകി. 1920 ബ്രിട്ടീഷ് ഗവൺമെന്റ് ആൻഡമാനിലെ രാഷ്ട്രീയ തടവുകാരിൽ കുറേയേറെ പേരെ വിട്ടയച്ചു. അതിൽ സവർക്കർ വിട്ടയക്കപ്പെടാതിരുന്നപ്പോൾ 3 സവർക്കർ സഹോദരന്മാരിൽ ഒരാളായ നാരായൺ സവർക്കർ, ND സവർക്കർ, അദ്ദേഹം ഗാന്ധിജിക്ക് ഒരു കത്ത് എഴുതി. ഇത്രയും പേരെ വിട്ടയച്ചു, പക്ഷേ സവർക്കറെ വിട്ടയക്കുന്നില്ല. ഗാന്ധിജി അതിനെഴുതിയ മറുപടിയിലാണ് നിങ്ങളെ ഉപദേശിക്കാൻ പറ്റില്ല എന്ന് പറയുകയും നിങ്ങളൊരു പെറ്റീഷൻ തയ്യാറാക്കി ബ്രിട്ടീഷ് ഗവൺമെന്റിന് സമർപ്പിക്കൂ എന്ന് പറയുകയും ചെയ്യുന്നത്. മാപ്പ് പറയാനല്ല കേട്ടോ, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പിന്തുണയ്ക്കാം എന്ന് വാഗ്ദാനം നൽകാനുമല്ല, മറിച്ച് ഒരു പൊളിറ്റിക്കൽ പ്രൊഫസറാണ്. അതുകൊണ്ട് രാഷ്ട്രീയ തടവുകാർക്ക് നൽകുന്ന ആനുകൂല്യം സവർക്കർക്ക് കിട്ടേണ്ടതാണ് എന്ന പെറ്റീഷൻ നൽകാനാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്. അല്ലാതെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സേവിച്ചുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ താൻ ഇനി പങ്കെടുക്കുകയില്ല എന്നെല്ലാമുള്ള നിർലജ്ജമായ രാജ്യത്തെയും ദേശീയ പ്രസ്ഥാനത്തെയും ഒറ്റുകൊടുക്കുന്ന മാപ്പപേക്ഷകൾ നൽകാനൊന്നും ഗാന്ധിജി ഒരു ഘട്ടത്തിലും നിർദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയെല്ലാം പ്രചരിപ്പിക്കാനായിട്ട് ഈ ഹിന്ദുത്വ ശക്തികൾ തയ്യാറാകും. ഞാൻ കരുതുന്നത് ഒരു 5-10 വർഷത്തിനുള്ളിൽ ഈ നുണകളൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ പഠിക്കുന്ന പാഠങ്ങളായി മാറുകയും ചെയ്യും. മാപ്പപേക്ഷ കൊടുക്കുക മാത്രമല്ല കേട്ടോ, 1927 വരെയുള്ള കാലത്ത്, 27 മുതൽ ഏതാണ്ടൊരു 10 വർഷക്കാലത്തോളം ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് അലവൻസ് മേടിച്ചുകൊണ്ടിരുന്ന ആളാണ് സവർക്കർ. പ്രതിമാസം 60 രൂപ അദ്ദേഹത്തിന് അലവൻസ് കിട്ടി. 60 രൂപ കുറഞ്ഞ തുകയാണെന്ന് കരുതരുത്. അന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് 20 രൂപയാണ്. അന്ന് 60 രൂപ പ്രതിമാസം അലവൻസ് കിട്ടിയിരുന്ന ആളാണ് സവർക്കർ. ഈ സവർക്കറാണ് ഇന്ന് ദേശാഭിമാനത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ വലിയ പ്രതീകമാണ് എന്ന് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സവർക്കറാണ് മലബാർ കലാപം ഒരു മതഭ്രാന്ത മുസ്ലിം ലഹളയാണ്, വർഗീയ ലഹളയാണ് എന്ന വാദം ആദ്യം ഉന്നയിക്കുന്ന ഇന്ത്യക്കാരിലൊരാൾ. അപ്പോൾ തമ്മിലുള്ള പരസ്പര ബന്ധം നമ്മൾ നോക്കും. അദ്ദേഹം പിന്നീട് ഗാന്ധിജി ഗൂഢാലോചന കേസിലെ പ്രതിയായി. ഗാന്ധിജിയെ കൊലപ്പെടുത്താൻ പുറപ്പെടുന്നതിന് മുമ്പ് നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണ ആപ്തെയും അതുപോലെ ദിഗംബർ ബാഗ്ഡെയും ചേർന്ന് സവർക്കറെ കാണാൻ ചെന്നിരുന്നുവെന്നും സവർക്കർ പടിയിറങ്ങി വന്ന് അവരെ യാത്രയാക്കുമ്പോൾ വിജയിച്ചു വരൂ എന്ന് ആശീർവാദം നൽകി എന്നുമൊക്കെ പിന്നീട് ഗാന്ധിജി കൊലക്കേസ് അന്വേഷിച്ച ജീവൻലാൽ കപൂർ എന്നു പേരായ ജസ്റ്റിസ് കപൂർ കമ്മീഷൻ കണ്ടെത്തുകയും അത് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കപൂർ കമ്മീഷൻ നൽകുന്ന വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെന്നെത്താൻ കഴിയുന്ന ഒരേയൊരു നിഗമനം സവർക്കറുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയല്ലാതെ മറ്റെന്തെങ്കിലും ഗാന്ധിജി വധത്തിന്റെ പിന്നിലില്ലായിരുന്നു എന്നാണ്. ഇത് 1966 ജീവൻലാൽ കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഖണ്ഡിതമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ബോംബെ പോലീസും ഡൽഹി പോലീസും തമ്മിൽ 1948 തെളിവുകൾ കൂട്ടിയിണക്കുന്നതിലുണ്ടായ വീഴ്ചകളും പോരായ്മകളുമാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ വന്ന സാങ്കേതികമായ പിഴവുകളാണ് കൊലക്കേസിലെ പ്രതി പട്ടികയിൽ നിന്ന് സവർക്കർ ഊരിപ്പോകുന്നതിന് കാരണമായത്. ഈ സവർക്കറാണ് ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ഇതൊരു മതലഹളയാണ് എന്ന വാദം പറഞ്ഞുറപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചത്. ഞാനിവിടെ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ
മലബാർ കലാപത്തിന്റെ പിന്നിൽ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ടിപ്പു പിൻവാങ്ങുന്നതും ബ്രിട്ടീഷ് അധികാര കമ്പനി മലബാറിലെ ആധിപത്യം നേടുന്നതും മുതൽ 915 ഒന്നാം ലോക യുദ്ധവും ഖിലാഫത്തും ദേശീയ പ്രസ്ഥാനം അതുമായി നടക്കുന്ന കൈകോർക്കലും വരെയുള്ള എത്രയോ ഘടകങ്ങൾ കൂടിക്കിടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരൊറ്റ കാരണത്തിൽ നിന്ന് കലാപത്തിന്റെ സ്വഭാവത്തെ കണ്ടെടുക്കാനോ കലാപത്തെ അന്തിമമായി നിർവചിക്കാനോ സാധ്യമല്ല. ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണ കലാപത്തിനുണ്ടായിരുന്നു. മുഹമ്മദ് അബ്ദുൽ സാഹിബ് അവിടെയുണ്ട്, മൊഴിയൂർന്ന ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടുണ്ട്, കെ മാധവൻ നായർ അവിടെയുണ്ട്, കെ പി കേശവമേനോനുണ്ട്, മൊയ്തു മൗലവിയുണ്ട്. ഇവരെല്ലാം ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായി കലാപത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്നു. ഇവരെല്ലാം മതഭ്രാന്തന്മാരായതുകൊണ്ടല്ല കലാപത്തോടൊപ്പം ചേർന്നു, മറിച്ച് കലാപം ഒരു ഘട്ടത്തിൽ മതഭ്രാന്തിലേക്ക് വഴിഞ്ഞു മാറുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അത് തടയാനുള്ള ശ്രമങ്ങൾ പലതരത്തിൽ ഇവർ നടത്തുന്നുണ്ട്. പക്ഷേ ഇവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത മട്ടിൽ അപ്പോഴേക്ക് കലാപത്തിന്റെ കെട്ടഴിഞ്ഞു പോവുകയും കേന്ദ്രീകൃതമായ ഒരു സ്വഭാവം അതിന് പലപ്പോഴും നഷ്ടപ്പെടുകയും ചെയ്യും. ഒപ്പം തന്നെ ഓർക്കേണ്ട കാര്യം, ഈ കലാപത്തിന്റെ സംഘാടനത്തിൽ ഡോക്ടർ കെ എൻ പണിക്കര് പരമ്പരാഗത ബുദ്ധിജീവികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഏറനാട് വടുവനാട് മേഖലയിലെ മതപുരോഹിതന്മാർക്ക്, മുസ്ലിം മതപുരോഹിതന്മാർക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ കലാപത്തിനുള്ളിൽ മതത്തിന്റെ ഒരു ഉള്ളടക്കമുണ്ട് എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. മതത്തിന്റെ പങ്കുണ്ട്. ആ മതമാണ് സംഘാടനത്തിന്റെ തത്വമായി മാറിയത്. പക്ഷേ ആ സംഘാടനത്തിലേക്ക് ആ മനുഷ്യരെ കൊണ്ടുവരുന്നത് മതപരമായ പ്രേരണകൾ മാത്രമല്ല, കാർഷികവും സാമൂഹിക സാമ്പത്തികവുമായ സംഘർഷങ്ങളാണ്. മധ്യകാലത്തുടനീളം നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം, സാമൂഹിക സാമ്പത്തിക സംഘർഷങ്ങളൊക്കെ പുറമേക്ക് പ്രത്യക്ഷപ്പെടുക മതത്തിന്റെ രൂപമാണ്. ഇപ്പോൾ ഹിന്ദുത്വവാദികൾ അവതരിപ്പിക്കുന്ന ഒരു വാദമുണ്ട്, ഔറംഗസീബും ശിവജിയും. ഔറംഗസീബ് ഇസ്ലാമിക മതഭ്രാന്തനായ ഒരു ചക്രവർത്തി, ശിവജി ഹിന്ദുക്കളുടെ പക്ഷത്ത് നിന്ന് പോരാടി അതിനെ തോൽപ്പിച്ച ഒരു നായകൻ. വാസ്തവത്തിൽ എന്തായിരുന്നു? ഔറംഗസീബുമായുള്ള ശിവജിയുടെ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ശിവജിയെ പരാജയപ്പെടുത്തി, ഔറംഗസീബിന് വേണ്ടി യുദ്ധം ചെയ്ത് ശിവജിയെ പരാജയപ്പെടുത്തി ശിവജിയെ ഔറംഗസീബിന്റെ തടവിലടയ്ക്കുന്നത് ഒരു രജപുത്ര തലവനാണ്, രാജാ ജയസിംഹൻ എന്നാണ് അയാളുടെ പേര്. അയാൾ വലിയൊരു ഹിന്ദു നേതാവാണ്. അയാള് ഔറംഗസീബിന്റെ പടത്തലവനായിരുന്നു. അല്ലാതെ ഹിന്ദുക്കൾ മുഴുവൻ ശിവജിയുടെ കൂടെ, മുസ്ലിങ്ങൾ മുഴുവൻ ഔറംഗസീബിന്റെ കൂടെ, അങ്ങനെയൊന്നുമല്ല. അതൊന്നും യാഥാർത്ഥ്യമേ അല്ല. വടക്ക് ഔറംഗസീബിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ശിവജി തെക്ക് ഒടയാർമാരോടും നായക്കുമാരോടും യുദ്ധം ചെയ്തു. രണ്ടും ഹിന്ദു രാജ്യങ്ങളാണ്. വിജയനഗര സാമ്രാജ്യം വടക്ക് ഭാമിനി സുൽത്താൻമാരോട് യുദ്ധം ചെയ്യുന്നു, തെക്ക് തഞ്ചാവൂരിനോട് യുദ്ധം ചെയ്യുന്നു. ഭാമിനി സുൽത്താൻമാര് മുസ്ലിങ്ങളാണ്, തഞ്ചാവൂര് ഹിന്ദു രാജ്യമാണ്. വാസ്തവത്തിൽ മധ്യകാലത്ത് ജാതി മതമൊന്നും ഇല്ലാത്ത ഒരേ ഒരു ഏർപ്പാടേ ഉള്ളൂ, അതിന്റെ പേര് യുദ്ധമാണ്. യുദ്ധത്തിന് ഒരു ജാതി മതമില്ല, ടോട്ടലി സെക്യുലറാണ്. എന്തുകൊണ്ട്? യുദ്ധം അടിസ്ഥാനപരമായി സാമ്പത്തിക സാമൂഹിക കാരണങ്ങളെ മുൻനിർത്തിയാണ്. ഈ കൊണ്ടാടപ്പെടുന്ന ക്ഷേത്രാക്രമണങ്ങൾ തന്നെ നടന്നത് വലിയൊരു പങ്ക് സമ്പത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മതത്തിന് വേണ്ടിയിട്ടല്ല. അപ്പൊ 12-ാം നൂറ്റാണ്ടിൽ കാശ്മീരം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ഹർഷൻ. ഹർഷന്റെ കൊട്ടാര കവിയായിരുന്ന കൽഹണൻ എഴുതിയ രാജതരംഗിണി എന്ന ഗ്രന്ഥത്തിൽ വളരെ കൗതുകമുള്ള ഒരു പരാമർശം. രാജതരംഗിണിയിൽ കൽഹണൻ പറയുന്നത്, ഹർഷന്റെ സദസ്സിലെ രാജസഭയിലെ സ്ഥിരം അംഗങ്ങളിൽ ഒരാള്, അയാളുടെ സ്ഥാനപ്പേര്, സൈനിക തലവൻ, അയാളുടെ സ്ഥാനപ്പേര് ദേവോത്പദന നായകൻ. എന്താണ് അയാളുടെ പണി? അയാളുടെ കീഴിലുള്ള സൈനിക ദളം ചെയ്യുന്നത് രാജ്യത്തെ ഖജനാവിൽ സമ്പത്തില്ലാണ്ടാകുന്ന സമയത്ത് രാജ്യത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് സമ്പത്ത് ഖജനാവിലെത്തിക്കലാണ്. അമ്പലം കൊള്ളയ്ക്ക് വേണ്ടി ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തി ആ സൈന്യത്തിന്റെ തലവനെ രാജസഭാംഗമാക്കി നിലനിർത്തുന്നത് മുസ്ലിം ചക്രവർത്തിയല്ല, ഹർഷൻ എന്ന പേരായ ഹിന്ദു രാജാവാണ്. അത് മതവിരോധം കൊണ്ടല്ല, അമ്പലത്തിന് വേണ്ടത്ര പണം ഉണ്ട്. അപ്പൊ ഈ നിലവറ തുറക്കാൻ തന്നെ 1.25 ലക്ഷം കോടി രൂപ എന്നതാണല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രം.
അതുകൂടി തന്നാൽ ഒരുപക്ഷെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട സ്വത്ത് അവിടെ കിടക്കുന്നുണ്ടാവും. ഇത് മുഴുവൻ രാജാവ് സ്വകാര്യമായിട്ട് മേടിച്ചു കൂട്ടിയതൊന്നുമല്ല, രാജാവ് സ്വന്തമായിട്ട് സമ്പാദിച്ചതുമല്ല. ഈ സ്വത്ത് അത്രയും രാജ്യത്തെ ജനങ്ങളിൽ നിന്ന്, പ്രദേശങ്ങളിൽ നിന്ന് പല രൂപത്തിൽ സമാഹരിച്ചതും കവർന്നെടുത്തതും വെട്ടിപ്പിടിച്ചതുമായ സ്വത്താണ്. ഇതെല്ലാം എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ക്ഷേത്രം സാമാന്യന എളുപ്പം ആക്രമിക്കപ്പെടില്ല എന്നത് മധ്യകാലത്തെ ഒരു കീഴ്വഴക്കാണ്. ആ കീഴ്വഴക്കത്തിന്റെ ബലം തങ്ങളുടെ സ്വത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്ര കേന്ദ്രിതമായി സമ്പത്ത് സമാഹരിക്കുന്നത്. ആ സമ്പത്ത് പിടിച്ചെടുക്കാൻ ക്ഷേത്രാക്രമണങ്ങൾ നടക്കുകയും ചെയ്യും. ഗുജറാത്തിലെ സോമനാഥം മുഹമ്മദ് ഗസിനെ ആക്രമിക്കുന്നത് ഒന്നും രണ്ടും തവണയല്ല, കണക്കനുസരിച്ച് 12-13 തവണ ഗസിനെ ആക്രമിച്ചു. നോക്കൂ, മതവിദ്വേഷം കൊണ്ടാണ് ഗസിനി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പടയോട്ടം നടത്തി ഗുജറാത്തിലെ സോമനാഥം വരെ വന്ന് ക്ഷേത്രം ആക്രമിക്കുന്നതെങ്കിൽ ആദ്യത്തെ തവണ വന്നിട്ട് നിലവിളിച്ചാക്കിയിട്ട് പോയാൽ മതിയല്ല. ആണ്ടോടാണ്ട് മലയ്ക്ക് പോണ പോലെ അവിടെ നിന്ന് പുറത്തിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. മറിച്ച് സ്ഥിരം വരുന്നത് സമ്പത്തിനെ കേന്ദ്രീകരിച്ച, പക്ഷെ ആക്രമിക്കുന്നത് ക്ഷേത്രം, ആക്രമിക്കുന്നത് ഗസിനിയാണ്. പിന്നെ ചരിത്രത്തിൽ എന്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ, മധ്യകാലത്തെ ഇസ്ലാമിക അധിനിവേശത്തിന്റെയും ഹിന്ദു വിരുദ്ധതയുടെയും മുസ്ലിം മതഭ്രാന്തിന്റെയും ഒക്കെ ഒത്ത അടയാളമായിട്ട് സോമനാഥാക്രമണമാണ്. ഞാനതിൽ മതത്തിന് ഒരു പങ്കുമില്ല എന്നൊന്നും പറയല്ല, മതവും അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാവും. പക്ഷേ മതം കൊണ്ട് മാത്രം നടന്ന യുദ്ധമല്ല അത്. ഇതുപോലെ മലബാർ കലാപത്തിലും മതപൗരോഹിത്യവും മതപരമായ സംഘാടനവും മതപരമായ ഏറ്റുമുട്ടലുകളും വർഗീയമായ സ്വഭാവങ്ങളും ഒക്കെ ഒരു ഘട്ടത്തിൽ അതിന് കൈവന്നിട്ടുണ്ട്. പക്ഷേ അതുമാത്രമാണ് കലാപം എന്ന് നാം കരുതിയിട്ടില്ല. അതുകൊണ്ട് കലാപത്തെ മനസ്സിലാക്കണമെങ്കിൽ, കലാപത്തിന്റെ ചരിത്രപരമായ ഉള്ളടക്കത്തെ മനസ്സിലാക്കണമെങ്കിൽ നാം ഇതിൽ പങ്കുചേർന്ന വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ കാണും. സമീപകാലത്ത് ഹൈന്ദവ വർഗീയവാദത്തിന്റെ മറുപുറം പോലെ ഇസ്ലാമിസ്റ്റുകൾ ഉയർത്തുന്ന ഒരു വാദം കൂടി നമ്മളിവിടെ കാണണം. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും അതുപോലെ അതിന്റെ നാനാതരം വകഭേദങ്ങളും ഇപ്പൊ മലബാർ കലാപത്തെ അവതരിപ്പിക്കുന്നത് അതിന്റെ കാർഷിക അടിസ്ഥാനമോ അതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കമോ അതിന്റെ സാമ്പത്തിക സന്ദർഭമോ ഒന്നുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല, മറിച്ച് മുസ്ലിം ജനവിഭാഗത്തിന്റെ മതപരമായ ഒരു സ്വാതന്ത്ര്യബോധവും അവരുടെ ഒരു ചെറുത്തുനിൽപ്പും അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് മലബാർ കലാപം എന്ന നിലയിലാണ്. വാസ്തവത്തിൽ ഇത് ഹിന്ദുത്വം എങ്ങനെയാണോ മലബാർ കലാപത്തെ മതവൽക്കരിക്കുന്നത് അതിന്റെ മറുപുറത്ത് നിന്ന് അതേ യുക്തി ആവർത്തിക്കുകയാണ്. വാസ്തവത്തിൽ രണ്ടും ചെന്നേരും ഒറ്റ പോയിന്റിലാണ് കലാപത്തിന്റെ പ്രഭവം മതമാണ് എന്നതാണ്. നമ്മൾ പറയുന്ന കാര്യം കലാപത്തിന് ഒരു പ്രഭവമല്ല, കലാപത്തിന് അനവധി പ്രഭവങ്ങളുണ്ട്. ആ പ്രഭവങ്ങളിൽ ഒന്ന് സംശയരഹിതമായും മതമാണ്. ഒരുപക്ഷെ ആ കലാപത്തിന്റെ EMSന്റെ ഭാഷയിൽ പറഞ്ഞാൽ കലാപം നമുക്ക് നൽകുന്ന താക്കീത് ഉണ്ട്. എന്താണ് താക്കീത്? അടിസ്ഥാനപരമായ ജനകീയ പ്രശ്നങ്ങളെ ജനകീയമായ രൂപത്തിൽ സംഘടിപ്പിക്കാനും വികസിപ്പിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ആ ജനകീയമായ മുന്നേറ്റങ്ങൾ വഴിതെറ്റി മതത്തിൻ്റെയും മതഭ്രാന്തിൻ്റെയും വിഭാഗീയതയുടെയും പിടിയിലകപ്പെട്ട് അതിൻ്റെ അടിസ്ഥാന യുക്തികൾ തന്നെ തകരുന്ന നിലയിലേക്ക് എത്തും എന്ന താക്കീത് കൂടി മലബാർ കലാപം നൽകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, 1921 സംബന്ധിച്ച് ഈ കലാപത്തെ ഒരു ബഹുജന രാഷ്ട്രീയ മുന്നേറ്റമാക്കി മാറ്റാൻ പോകുന്ന ഭൗതികമായ അന്തരീക്ഷം വികസിച്ചു വന്നിട്ടില്ല. അതിപ്പോൾ ഇവിടെ മാത്രമൊന്നുമല്ല. ജർമ്മനിയിലെ കർഷക സമരത്തെക്കുറിച്ച് എംഗൽസ് എഴുതിയ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, പെസന്റ് വാർ ഇൻ ജർമ്മനി. 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ രാജവാഴ്ചയ്ക്കെതിരെ കർഷകർ ഉയർത്തിക്കൊണ്ടുവന്ന വലിയൊരു കലാപത്തെക്കുറിച്ച് അദ്ദേഹം അതിൽ വിശദമായി പഠിക്കുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൽ എംഗൽസ് പറയുന്ന ഒരു കാര്യം, മധ്യകാല കർഷക മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനപരമായ പരിമിതി അതിനാ കാർഷിക സമൂഹത്തിന്റെ വലിയ ഐക്യബോധമുണ്ടാക്കാനും വലിയ ചെറുത്തുനിൽപ്പായി മാറാനും കഴിയുമെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ ബഹുജനത്തിന്റെ സമ്പൂർണമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് വലിയൊരു സമരമുഖം തുറക്കാൻ ഈ മധ്യകാല കർഷക പ്രസ്ഥാനങ്ങൾക്ക് ചെറുത്തുനിൽപ്പുകൾക്ക് കഴിയില്ല. അത് പിൻവാങ്ങി പ്രാദേശിക സ്വഭാവമുള്ള ഏറ്റുമുട്ടലുകളായി പരാജയപ്പെടും. അത് മധ്യകാല കർഷക കലാപങ്ങളുടെ പൊതുപ്രകൃതമാണ്. അത് നമുക്കിവിടെയും കാണാം. ഇവിടെ ആ പിൻവാങ്ങൽ മതപരമായ സംഘാടനത്തിലേക്കും മതവിദ്വേഷങ്ങളിലേക്കും
പലയിടങ്ങളിലും വർഗീയമായ ഏറ്റുമുട്ടലുകളിലേക്കും പോയി എന്ന യാഥാർത്ഥ്യവും ഉണ്ട്. അതുകൊണ്ട് കലാപത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരൊറ്റ സ്രോതസ്സിലേക്ക് കലാപത്തെ മുഴുവൻ കൊണ്ടുവന്ന് കെട്ടുക, ഒരേ ഒരു കാരണമാണ് അതിന് പിന്നിൽ എന്ന് പറയുക. EMS 43 ഗ്രന്ഥത്തിൽ തന്നെ EMS ഈ വചനം പറയുന്നുണ്ട്. കലാപം മതലഹളയാണെങ്കിൽ എന്തുകൊണ്ട് കലാപത്തിൽ ജന്മിമാർ മാത്രം ആക്രമിക്കപ്പെട്ടു? ഹിന്ദുക്കളായിട്ടുള്ളത് ജന്മിമാരും മാത്രമല്ല, ഹിന്ദുക്കളായിട്ട് ഏറനാട്ടിലും വള്ളുവനാട്ടിലും ആയിരക്കണക്കായ മനുഷ്യർ വേറെയും ഉണ്ടല്ലോ. അവരെ നിരക്ക് നേരെ ആക്രമിക്കാനായിട്ട് കലാപകാരികൾ തയ്യാറാവുന്നില്ല. കലാപകാരികൾ മുഖ്യമായിട്ടും കടന്നാക്രമിച്ചത് ജന്മിമാരെയാണ്. അതിന് കാരണം അവരുടെ മതമല്ല, അതിന് കാരണം ജന്മിത്വമാണ്. അതുകൊണ്ട് ജന്മിത്വത്തെ മതവുമായി ബന്ധിപ്പിക്കും. ജന്മിമാർക്ക് മതമുണ്ട്, പക്ഷെ ജന്മിത്വം മതമല്ല. അതുകൊണ്ടാണ് എല്ലാ കലാപകാരികളും എല്ലാ ഹിന്ദുക്കളും ആക്രമിക്കപ്പെടാതിരുന്നത്. ഹിന്ദുക്കളെ മുമ്പ് കൊന്നൊടുക്കുന്ന ഏർപ്പാടായിരുന്നില്ല. കൊന്നൊടുക്കപ്പെട്ടതിൽ വലിയൊരു പങ്ക് ഈ പറയുന്ന ജന്മിമാരും അവരുടെ പിണിയാളുകളുമായി. അതേസമയം തന്നെ ഇത് സമ്പൂർണമായ ഒരു കാർഷിക ലഹളയാണോ? അങ്ങനെ ഒരു വാദം ഇപ്പൊ സൗമ്യേന്ദ്രനാഥ് ടാഗോർ എന്നു പേരായ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരാളാണ് മലബാർ കലാപം ഒരു കാർഷിക ലഹളയാണ് എന്ന് ആദ്യം വാദിക്കുന്നത്. 1934 തന്നെ ആ വാദം അദ്ദേഹം ഉന്നയിച്ചു. ആ വാദം അടിസ്ഥാനപരമായി ശരിയായിരിക്കെ തന്നെ അതിലൊരു പരിമിതി ഉള്ളത്, കേവലം ഒരു കാർഷിക ലഹളയാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാ കർഷകരും ഈ കലാപത്തിൽ ഒരുപോലെ അണിനിരന്നില്ല? ഈ കലാപത്തിൽ അണിനിരന്ന കർഷക ജനതയെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യ ബുദ്ധിജീവികൾ എന്ന് വിളിക്കാവുന്ന മതപുരോഹിതന്മാരാൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം കർഷകരാണ് അണിനിരന്നത്. എല്ലാ കർഷകരുടെയും ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് ഈ കർഷക കലാപം മാറിയില്ല. അപ്പൊ കർഷക കലാപത്തിന്റെ അടിസ്ഥാന പ്രകൃതം നിലനിൽക്കെ തന്നെ ഈ കർഷക കലാപത്തിന് മതപരമായ രൂപവും വന്നു. അതുകൊണ്ട് ഇതിനെ കേവലം കാർഷിക കലാപം എന്ന് മാത്രമോ കേവലം മതലഹള എന്ന് മാത്രമോ വിലയിരുത്തുന്നതിൽ യാതൊരർത്ഥവും. അതുകൊണ്ട് ഈ വിവിധ ഘടകങ്ങൾ കൂടി കലർന്ന് ചരിത്രത്തിന്റെ ഒരു സവിശേഷ സന്ധിയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യ അധികാരത്തിനെതിരെയും അവരുടെ പിണിയാളുകളായി വടക്കേ മലബാറിൽ പ്രവർത്തിച്ച ജന്മി അധികാര വാഴ്ചയ്ക്കെതിരെയും മലബാറിലെ നിസ്വരായ കർഷക തൊഴിലാളികൾ ഒന്നുചേർന്ന് മതപരമായ ഒരു സംഘാടനത്തിനുള്ളിൽ നിന്നുകൊണ്ട് നടത്തിയ ഒരു മഹായുദ്ധത്തിന്റെ പേരാണ് മലബാർ കലാപം. അതിൽ മതപരമായ ഒരു ഘടകമുണ്ട് എന്നത് ആ കാലത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വാഭാവിക ഗതിയാണ്. 20ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ഒരു കർഷക സമരം നടക്കുന്നത് പോലെ 19ാം നൂറ്റാണ്ടിലോ അതിന്റെ ആദ്യ ദശകങ്ങളിലോ അങ്ങനെ ഒരു കർഷക യുദ്ധം നടക്കുക സാധ്യവും അല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഘടകങ്ങളെയൊക്കെ പരിഗണിക്കുന്ന, ഇതിനെയൊക്കെ കാണുന്ന ഒരു കണ്ണ് നമ്മുടെ കലാപത്തെക്കുറിച്ചുള്ള ആലോചനകളിൽ ഉണ്ടാകണം. നിർഭാഗ്യവശാൽ എത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണെങ്കിലും കലാപത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏറിയ പങ്കും പല പല വീക്ഷണകോണുകളിലൂടെ വികസിച്ചു വന്നതാണ്. ഇപ്പൊ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ വില്യം ലോഗൻ ഒഴികെ മിക്കവാറും എല്ലാവരും തന്നെ മലബാർ കലാപത്തെക്കുറിച്ച് എഴുതുകയോ രേഖകൾ തയ്യാറാക്കുകയോ ഒക്കെ ചെയ്ത അനവധി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുണ്ട്. T.L. സ്ട്രേഞ്ച്, അല്ലെങ്കിൽ R.H. ഹിച്ച്കോക്ക്, G.R.F. ടോട്ടൻഹാം, തോമസ് മൺറോ, ചാൾസ് ടർണർ, തോമസ് വാർഡൻ, ഇങ്ങനെ എത്രയോ ആളുകളുടെ റിപ്പോർട്ടുകൾ, വ്യാഖ്യാനങ്ങൾ കലാപത്തെക്കുറിച്ച് ലഭ്യമാണ്. അവയൊക്കെ ഏറിയ പങ്കും ഇത് മലബാറിലെ മാപ്പിളമാരുടെ മതഭ്രാന്ത്, ഫനാറ്റിക് എന്ന വാക്കാണ് ഉപയോഗിക്കുക, മതഭ്രാന്തിന്റെ ആവിഷ്കാരമായിട്ടാണ് കണ്ടത്. ലോകം മാത്രമാണ് ഇതിൻ്റെ പേര് മതമല്ല, ഇതിൻ്റെ പേര് കാർഷിക പ്രശ്നമാണ് എന്ന് പറഞ്ഞത്. പക്ഷെ ലോകന്റെ വീക്ഷണത്തെ തുറന്നു വന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരോ കമ്പനി അധികാരികളോ മാനിച്ചില്ല. അവരിതിനെ മതപരമായ രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത്. അതിവിടുത്തെ കമ്പനിയുടെ കാഴ്ച മാത്രമല്ല, ഇന്ത്യാ ചരിത്രത്തെ ആകമാനം ബ്രിട്ടൻ അവർ കണ്ടുകൊണ്ടിരുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്ന രണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങൾ, അവർ തമ്മിലുള്ള അവസാനിക്കാത്ത സംഘർഷങ്ങൾ, ഇതിൻ്റെ കഥയാണ് ഇന്ത്യയുടെ ചരിത്രം എന്നാണ് ബ്രിട്ടന്റെ ഔദ്യോഗികമായ ചരിത്ര വീക്ഷണം. അത് സ്വാഭാവികമായിട്ടും മലബാർ കലാപത്തിലും അവരങ്ങനെ തന്നെ കണ്ടു. അത്
ഒരു ശബ്ദമായിട്ട് മാറിപ്പോയി. കലാപത്തെക്കുറിച്ച് പിന്നെ നമുക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ കിട്ടുന്നത് കലാപത്തിൽ നേരിട്ട് പങ്കെടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയോ ചെയ്ത ധാരാളം രാഷ്ട്രീയ നേതാക്കൾ ഉണ്ട്. അതിൽ കെ.പി. കേശവമേനോനോ, കെ. മാധവൻ നായരോ, അബ്ദുറഹ്മാൻ സാഹിബോ, മൊയ്തു മൗലവിയോ, EMS-ഓ, EK മൗലവിയോ, മൊഴിപ്പുറത്ത് മാധവ മേനോനോ, മൊയ്യാരത്ത് ശങ്കരനോ, MP നാരായണ മേനോനോ, മൊഴികുന്നം ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് പോലുള്ള ഒരുപാട് പേരെ കാണാം. ഇതിൽ മൊഴികുന്നവും അതുപോലെ MP നാരായണ മേനോനും അല്ലെങ്കിൽ കെ. മാധവൻ നായരും അബ്ദുറഹ്മാൻ സാഹിബും ഒക്കെ അക്കാലത്ത് തന്നെ കലാപത്തിന്റെ സന്ദർഭത്തിൽ ജീവിച്ചിരുന്നവരും അതിൽ പങ്കുചേർന്നവരും. ഇന്ന് ഹിന്ദുത്വവാദികൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്രോതസ് മാധവൻ നായരുടെ പുസ്തകമാണ്. മാധവൻ നായരുടെ പുസ്തകത്തെ കുറിച്ച് ഒരു കാര്യം പറയേണ്ടത്, മാധവൻ നായർ ഇത് എഴുതിയത് കലാപം കഴിഞ്ഞ് ഏറെ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം അതേക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന നിലയ്ക്കാണ് അത് എഴുതിയത്. മാധവൻ നായർ ഇത് എഴുതിയ കാലത്ത് തന്നെ കലാപത്തിൽ നേരിട്ട് പങ്കാളിയാവുകയും അക്കാലത്തിൽ അതിൽ ഇടപെടുകയും ചെയ്ത മൊയ്തു മൗലവി അടക്കമുള്ള ആളുകൾ മാധവൻ നായർ കലാപത്തിലെ സംഗതികളെ വളച്ചൊടിക്കുകയാണ്, ദുർവ്യാഖ്യാനിക്കുകയാണ്, വസ്തുതകൾക്കെതിരാണ് മാധവൻ നായർ പറയുന്നത് എന്ന് ആരോപണം ഉന്നയിക്കുകയും വിമർശിക്കുകയും ആ പശ്ചാത്തലത്തിൽ മാധവൻ നായർ അതിന്റെ പ്രസിദ്ധീകരണം നിർത്തിവെക്കുകയും ചെയ്തു. മാധവൻ നായർ ജീവിച്ചിരിക്കുമ്പോഴല്ല പുസ്തകം ഇറങ്ങുന്നത്. മാധവൻ നായരുടെ മരണത്തിന് ശേഷം പിന്നീട് ഇദ്ദേഹം എഴുതിയതെല്ലാം കൂടി ചേർത്ത് മലബാർ കലാപത്തിന്റെ പേരിൽ പുസ്തകമായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് കലാപകാലത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഖണ്ഡിച്ച വാദങ്ങളാണ് മാധവൻ നായരുടേതായി പുറത്തു വന്നിട്ടുള്ളത്. അതാണ് ഹിന്ദുത്വത്തിന്റെ മറ്റൊരു സ്രോതസ്. കലാപത്തിൽ നേരിട്ട് പങ്കുചേരുകയും അത്ഭുതകരമായ രൂപത്തിൽ ജന്മിമാർക്കെതിരായ ഈ കലാപത്തിൽ കലാപകാരികൾക്കൊപ്പം അടിമുടി നിലകൊള്ളുകയും ചെയ്ത ആളുകളിൽ ഒരാളാണ് മൊഴികുന്നം ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട്. അദ്ദേഹവും MP നാരായണ മേനോനും അതുപോലുള്ള ആളുകളും ഒക്കെ നൽകുന്ന വിവരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കേവലം ഒരു വർഗീയ ലഹളയായിട്ട് ഒരു നിലയ്ക്ക് മാറിയിട്ടില്ല എന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റൊരു കൂട്ടം വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടേതാണ്. അതിപ്പോ അവനി മുഖർജിയെ പോലുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സൗമ്യേന്ദ്രനാഥ ടാഗോറാണ് ഇതിനെ ഒരു കാർഷിക ലഹളയായിട്ട് വിശദീകരിക്കുന്നത്. പിന്നീട് ഡോക്ടർ KN പണിക്കരാണ് ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഇന്ന് ലഭ്യമായ മാർക്സിസ്റ്റ് വിശദീകരണങ്ങളിൽ ഏറ്റവും സമഗ്രവും വസ്തുതാപരമായ വിവരങ്ങളുടെ പിൻബലം കൊണ്ട് ഏറ്റവും ആധികാരികവുമായ കലാപ പഠനം നടത്തിയിട്ടുള്ളത്. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായ എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന ശീർഷകത്തിൽ അദ്ദേഹത്തിന്റെ പ്രബന്ധം ഓക്സ്ഫോർഡ് സർവകലാശാല പ്രസിദ്ധീകരിച്ചു. അതിന്റെ പ്രവർത്തനം മലയാളത്തിൽ ലഭ്യമാണ്. ഒരുപക്ഷെ അതാണ് ഈ വിവരസമൃദ്ധി കൊണ്ട് ഏറ്റവും ഗംഭീരമായ മലബാർ കലാപത്തിന്റെ മാർക്സിസ്റ്റ് വ്യാഖ്യാനം. ഒപ്പം തന്നെ EMS-ന്റെ പഠനങ്ങൾ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 3 ഗ്രന്ഥങ്ങൾ 1941 ക്വസ്റ്റ്യൻ 51 നാഷണൽ ക്വസ്റ്റ്യൻ ഇൻ കേരള, അതിനിടയിൽ പുറത്തു വന്ന കേരള മലയാളികളുടെ മാതൃഭൂമി, ഇതിലൊക്കെ ഈ കലാപ പ്രശ്നം അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ AKN ഗ്രൂപ്പിനെയും മൈക്കിൾ തരകനെയും AR ദേശായിയെയും ഒക്കെ പോലുള്ള കോൺറാഡ് വുഡിനെ പോലെയുള്ള മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരൊക്കെ ഈ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. മറ്റൊരു വിഭാഗം ഇന്ത്യയിലേക്ക് പുറത്ത് മലബാർ കലാപത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം വിദേശ പണ്ഡിതന്മാർ നടത്തിയത് മലബാർ കലാപത്തെക്കുറിച്ചാണ്. ഒരു കേരള ചരിത്ര സന്ദർഭത്തെക്കുറിച്ച് സ്റ്റീഫൻ ഡെയ്ലുണ്ട്, കാതലിൻ ഗഫ്, ഡേവിഡ് ആർണോൾഡ്, റോബർട്ട് ഹാർട്ട്ഗേവ്, അങ്ങനെ ധാരാളം പേർ ഇതേക്കുറിച്ച് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടകങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നോവലുകൾ ഉണ്ടാകുന്നുണ്ട്, സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, പ്രാദേശിക ആഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അവതരണങ്ങൾ ധാരാളമായി കലാപത്തെക്കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മലബാർ കലാപം എന്നത് നമ്മുടെ മുമ്പിൽ ഇന്നുള്ളത് ഏതെങ്കിലും ഒരു വിശദീകരണമായിട്ടല്ല, മറിച്ച് വ്യാഖ്യാനങ്ങളുടെയും വിശദീകരണങ്ങളുടെയും ഭാവനകളുടെയും ഐതിഹ്യങ്ങളുടെയും വാമൊഴികളുടെയും ഒക്കെ എത്രയോ ബൃഹത്തായ ഒരു വ്യവഹാരമായിട്ടാണ്, അല്ലാതെ ഒരു ഭൂതകാല വസ്തുത മാത്രമായിട്ടല്ല മലബാർ കലാപം നമ്മുടെ മുമ്പിലുള്ളത്. ഒരുപക്ഷെ ഇത്രയും വിപുലമായ ഒരു രേഖാസഞ്ചയം, ഇത്രയും വിപുലമായ ഒരു വ്യാഖ്യാന വിജ്ഞാനം മറ്റേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കേരളത്തിലെ 20-ാം നൂറ്റാണ്ടിലെ മറ്റൊരു സംഭവത്തിന് കൈവന്നിട്ടില്ല. അതിലേറ്റവും ഒടുവിൽ വികസിച്ച
സ്വീകരിച്ചു വന്ന ഒരു വ്യാഖ്യാന രീതിയെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് മലബാർ കലാപത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ സ്വത്വബോധത്തിലേക്ക് കൊണ്ടുചെന്ന് കെട്ടാണ്. അതിനുള്ളിലുള്ള രാഷ്ട്രീയ ഉള്ളടക്കത്തെ, സാമ്പത്തിക ഉള്ളടക്കത്തെ, കാർഷിക ഉള്ളടക്കത്തെ ഒക്കെ മറച്ചു വച്ച് മുസ്ലിം ജനവിഭാഗത്തിന്റെ തീവ്രമായ പ്രതിരോധ ബോധത്തിന്റെയും സ്വാതന്ത്ര്യവാഞ്ചയുടെയും ആവിഷ്കാരമാണെന്നും അത് അടിസ്ഥാനപരമായ ഒരു മുസ്ലിം പ്രതിഷേധമാണ് എന്നും വരുത്തി തീർക്കാനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ പരിശ്രമമാണ് ഈ വ്യാഖ്യാന കലാപരിപാടിയിലെ അവസാനത്തെ. അത് കൃത്യമായി പറഞ്ഞാൽ അത് ഹിന്ദുത്വം എങ്ങനെയാണോ കലാപത്തിന്റെ കേന്ദ്രത്തിൽ മതത്തെ പ്രതിഷ്ഠിച്ച് അതിനെ ഹിന്ദു വിരുദ്ധമാക്കിയത്, അതിന്റെ മറുപുറത്ത് കലാപത്തിന്റെ കേന്ദ്രത്തിൽ അതിന്റെ കേന്ദ്ര പ്രഭവമായി ഉത്ഭവസ്ഥാനമായി മതത്തെ തന്നെ പ്രതിഷ്ഠിക്കുകയും ആ മതം ഇസ്ലാമിന്റെ വിമോചനബോധം ആണ് എന്ന് വാദിക്കുകയും ചെയ്ത് ഇതര ഘടകങ്ങളെ മുഴുവൻ സംസ്കരിച്ച് ചരിത്രത്തിലെ ഒരു വലിയ പ്രക്രിയയെ മതപരമായ സത്തയിലേക്ക് ചുരുക്കുക എന്നതാണ് അവിടെ നടക്കുന്ന ഏർപ്പാട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ തരത്തിലുള്ള മതവർഗീയവാദികളുടെയും അടിസ്ഥാന രാഷ്ട്രീയ യുക്തി പരസ്പര വിരുദ്ധമെന്ന് പുറമേക്ക് തോന്നുമെങ്കിലും ഉള്ളിലൊന്നു തന്നെ. കലാപത്തിന്റെ കാരണം മതമാണ് എന്ന കാര്യത്തിൽ, പ്രേരണാശക്തി മതമാണ് എന്ന കാര്യത്തിൽ ഹിന്ദുത്വത്തിനോ രാഷ്ട്രീയ ഇസ്ലാമിനോ വ്യത്യാസമൊന്നുമില്ല. അതിനെ വ്യാഖ്യാനിക്കുന്നതിൽ മാത്രമാണ് വ്യത്യാസം. വാസ്തവത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു സംഭവം, അത് എത്ര നിസ്സാരാകട്ടെ, എത്ര സങ്കീർണമാകട്ടെ, അതൊന്നും തന്നെ ഒരൊറ്റ നിലയിൽ പൊട്ടിപ്പുറപ്പെട്ടതല്ല, പല കാരണങ്ങൾ കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടതാണ്. ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫലവും ഒന്നല്ല. ഇപ്പൊ മലബാർ കലാപം അതിന്റെ ആദ്യഘട്ടത്തിൽ ഉളവാക്കിയ ഫലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്രാജ്യവിരുദ്ധവും അതുപോലെ ജന്യവിരുദ്ധവുമായ ഒരു കർഷക മുന്നേറ്റം എന്നതാണെങ്കിൽ, ബ്രിട്ടീഷ് അധികാരികൾ അതിനെ അടിച്ചമർത്തുകയും നേതൃത്വം ആകെ ശിഥിലമാകുകയും ചെയ്തതിന് ശേഷം അതിന് കൈവരുന്ന സ്വഭാവം മിക്കവാറും വർഗീയമായ കടന്നാക്രമണങ്ങളാണ്. അതുകൊണ്ട് കലാപത്തിന്റെ ഫലത്തിൽ മാറ്റം വരുന്നു. കലാപത്തിന്റെ ഫലത്തിൽ നിന്ന് രാഷ്ട്രീയ ഉള്ളടക്കവും കാർഷികമായ പ്രതിരോധവും കുറഞ്ഞു വരികയും കലാപത്തിന്റെ ഫലം കൂടുതൽ മതപരമായ ശത്രുതയുടെ ആവിഷ്കാരങ്ങളും പ്രാദേശിക വൈരാഗ്യങ്ങളുടെ കണക്ക് തീർക്കലുമൊക്കെയായി മാറുകയും ചെയ്യും. ഈ മാറ്റം കലാപ ഫലത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചരിത്രത്തിലെ വലിയ ഒരു സവിശേഷ സംഭവം, ഒരുപക്ഷെ ചരിത്ര പ്രക്രിയയാണെന്ന് പറയുന്നത്, എങ്ങനെയാണ് വിവിധങ്ങളായ ഘട്ടങ്ങൾ കൂടിക്കലർന്ന് വലിയ സങ്കീർണമായ ഒരു സ്വരൂപമായി മാറുന്നത് എന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കാനുള്ള നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ഉപാധിയായിട്ട് മലബാർ കലാപം നമ്മുടെ മുമ്പിൽ തുറന്നു വന്നിരിക്കുന്നു. ആ കലാപത്തെ നമ്മുടെ സമൂഹത്തെ വിഭജിക്കാനുള്ള രാഷ്ട്രീയായുധമാക്കി മാറ്റാനാണ് ഹൈന്ദവർഗീയവാദികൾ ഇന്ന് ശ്രമിക്കുന്നത്. ഒരു കാര്യം സംശയരഹിതമായി പറയാം, മലബാർ കലാപമാണ് കേരളത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ ഉയർന്ന ഏറ്റവും ജനകീയമായ പ്രതിരോധത്തിന്റെ രൂപം. അതിലൊരു സംശയമില്ല. ആ പ്രതിരോധത്തെ രൂപപ്പെടുത്തുന്നതിൽ മതത്തിന് പങ്കുണ്ട്. പഴശ്ശിയുടെ കലാപത്തെ രൂപപ്പെടുത്തുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടുവാഴുന്ന അധികാരമെന്ന് താല്പര്യമുണ്ട്. അത് പഴശ്ശിയുടെ കലാപത്തെ ചെറുതാക്കുന്നില്ല എന്നതുപോലെ മതപരമായ ഒരു പങ്ക് ഈ കലാപത്തിന്റെ സംഘാടനത്തിലുണ്ട് എന്നത് മലബാർ കലാപത്തിന്റെ സാമ്രാജ്യവിരുദ്ധ ഉള്ളടക്കത്തെയോ അത് ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയത്തെയോ അതിന്റെ കാർഷികമായ അടിസ്ഥാനത്തെയോ ഏതെങ്കിലും നിലയിൽ ചെറുതാക്കുന്നില്ല. പകരം നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കലാപം അത് അന്തിമമായി വിജയത്തിലേക്ക് എത്തുന്നത് കലാപത്തിന്റെ പ്രാരംഭഘട്ടത്തിലെ ഐക്യബോധവും സംഘാടന മികവും കൊണ്ട് മാത്രമല്ല, ആ സംഘാടന മികവിനെ തുടർന്ന് ഒരു ബഹുജന മുന്നേറ്റമാക്കി വികസിപ്പിക്കാൻ എത്രത്തോളം കഴിയുന്നു എന്നതിനാണ്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യഘട്ടത്തിലെ സംഘാടന മികവ് ഒരു ബഹുജന പ്രസ്ഥാനത്തിന്റെ സ്വഭാവം ആർജിക്കാതെ പോകുന്നതോടെ വാസ്തവത്തിൽ മലബാർ കലാപം ശിഥിലമാകുന്നത് നമ്മൾ കാണുന്നു. ഇതാണ് ഇതിന്റെ താക്കീത്. ആ ശൈഥില്യത്തിന് വഴിവെക്കുന്ന മട്ടിൽ മതപരമായ ഘടകത്തിന് ഇതര ഘടകങ്ങളെക്കാൾ നേർക്കൈ വരുന്നതും നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക രാഷ്ട്രീയ മുന്നേറ്റം, ചെറുത്തുനിൽപ്പുകൾ
അത് അന്തിമമായി വിജയത്തിലെത്തണമെങ്കിൽ, ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ മതം പോലുള്ള വർഗീയതയുടേതായ യുക്തികൾ അതിനെ വിഴുങ്ങാൻ നമ്മൾ ഒരു നിലയ്ക്കും അനുവദിക്കരുത് എന്ന പാഠം കൂടി മലബാർ കലാപം നമുക്ക് ഇന്ന് പറഞ്ഞു. അതന്ന് സാധ്യമല്ല. കാരണം ഒരു കലാപത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ മതത്തിന് പുറത്ത് ഒരു വലിയ സംഘടിത ശക്തി അന്നില്ല. ദേശീയ പ്രസ്ഥാനമാകട്ടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ കലാപത്തെ കൈയൊഴിയുകയാണ് ചെയ്തത്. ഈ കലാപത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉറപ്പിച്ച് അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു കാര്യം, മുഴുവൻ ആളുകളും വർഗീയ കലാപം എന്ന് മുദ്ര കുത്തിയ സമയത്ത് ഈ കലാപം ബ്രിട്ടീഷ് വിരുദ്ധമായ, സാമ്രാജ്യ വിരുദ്ധമായ പോരാട്ടമാണെന്നും അതിന്റെ അടിവേര് കാർഷിക വൈരുദ്ധ്യമാണെന്നും അന്ന് മുതൽ ഇന്ന് വരെ ഉറപ്പിച്ചു പറഞ്ഞ ഒരൊറ്റ പാരമ്പര്യമേ കേരളത്തെ സംബന്ധിച്ചുള്ളൂ. അത് മാർക്സിസ്റ്റ് പാരമ്പര്യമാണ്, കമ്മ്യൂണിസ്റ്റുകളുടെ പാരമ്പര്യം, ഇസ്ലാമിസ്റ്റുകളുടെ പാരമ്പര്യമല്ല, മറ്റാരുടെയും പാരമ്പര്യമല്ല. ഇതിന്റെ സാമൂഹ്യ അടിസ്ഥാനത്തെ ഉറപ്പിച്ചെടുത്തത് കമ്മ്യൂണിസ്റ്റുകളാണ്. തുടങ്ങി വെക്കുന്ന ആ ചർച്ചയിലാണ് വാസ്തവത്തിൽ പിന്നീട് ഇതിനെക്കുറിച്ചുള്ള മിക്കവാറും എല്ലാ ആലോചനകളും, വിശദാംശങ്ങളിൽ ധാരാളം വ്യത്യാസമുള്ളപ്പോഴും ഈ അടിസ്ഥാന യുക്തി വികസിച്ചു വന്നു. അതുകൊണ്ട് മലബാർ കലാപത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സാമൂഹിക ഇടപെടലിന്റെ, ചരിത്ര വിചാരത്തിന്റെ, അത് രൂപപ്പെടുത്തിയ അവബോധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് കലാപത്തെ വർഗീയ കലാപത്തിൽ നിന്ന് കലാപത്തെ ഒരു സാമ്രാജ്യ വിരുദ്ധ കാർഷിക പ്രക്ഷോഭം എന്നതിലേക്ക് വഴിമാറ്റിക്കൊണ്ടുവരുന്നതിൽ അതിന്റെ കേന്ദ്രമായി നിലകൊണ്ടത് മാർക്സിസ്റ്റ് ചരിത്ര പണ്ഡിതന്മാർ തന്നെയാണ്. ഇന്ന് നിങ്ങൾക്ക് വഴിയോരത്ത് നിന്ന് നേരത്തെ മാഷുള്ള പറഞ്ഞതുപോലെ കൊലംബിയം പറയാം, അതിനൊന്നും പിന്നെ മറുപടി ഒന്നും പറയാം. അപ്പൊ നമുക്ക് വകതിരിവും വിവേകമുള്ള മനുഷ്യരോട് അന്യോന്യം സംവാദരൂപത്തിൽ സംവദിക്കാമെന്നല്ലാതെ ഇതിനോടൊന്നും നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സമ്പൂർണ്ണമായി അതിനെ അവഗണിക്കുകയും ഇതെന്തായിരുന്നു എന്ന് നാം വ്യക്തത കൈവരിക്കുകയും ചെയ്യുക എന്നതാണ്. എന്തിനാണ് ഇതിനെയെല്ലാം മനസ്സിലാക്കുന്നത്? ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് 100 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് അതിൻ്റെ വൈജ്ഞാനികമായ ഒരു ബലം നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അത് വേണം, അത് തെറ്റാണെന്നുള്ള അർത്ഥത്തിൽ. മറിച്ച് ചരിത്രം എന്താണ് എന്നത് 20-ാം നൂറ്റാണ്ടിലെ വലിയ ഒരു ചരിത്രകാരനും മാർക്സിസ്റ്റുമായിട്ടുള്ള വാൾട്ടർ ബെഞ്ചമിൻ പറയുന്ന ഒരു ഉത്തരം. അദ്ദേഹം പറയുന്നത് അത് ഭൂതകാലത്തിന്റെ കണക്കെടുപ്പല്ല, മറിച്ച് ആപത്തിന്റെ നിമിഷങ്ങളിൽ മനസ്സിലൂടെ മിന്നിമായുന്ന ഓർമ്മകളെ കയ്യെത്തി പിടിക്കലാണ് ചരിത്രം. ഒരു ഊർജം. ചരിത്രം എന്നത് നിർണായകമായ ഒരു പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ ഭൂതകാലത്തിൽ നിന്നൊരു വെളിച്ചം കണ്ടെത്തലാണ്, ഭൂതകാലത്തിൽ നിന്നൊരു ഓർമ്മയെ വീണ്ടെടുക്കലാണ്, അതൊരു ആയുധമാക്കി മാറ്റലാണ്. അങ്ങനെ സാമ്രാജ്യാധികാരത്തിനെതിരെയും മതാധികാരത്തിനെതിരെയും നാടുവാഴി ദുഷ്പ്രഭുത്വത്തിനെതിരെയും ഈ നാട്ടിലെ ജനങ്ങൾ നടത്തിയ ഏറ്റവും ധീരോജ്വലമായ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഓർമ്മയെ, ഒപ്പം തന്നെ ആ ചെറുത്തുനിൽപ്പിനെ അകമേ ദുർബലമാക്കാൻ പോകുന്ന മട്ടിൽ അതിനകത്ത് ഉയർന്നു വന്ന മതപരമായ വിഭാഗീയതകളെ കുറിച്ചുള്ള ഓർമ്മയെയും, അതാണ് ആഹ്വാനവും ഒപ്പം തന്നെ താക്കീതും എന്ന ശീർഷകമായിട്ട് മാറിയത്. അവയെ നാം ഇന്ന് പഴയ കാലങ്ങളെക്കാൾ എത്രയോ കൂടുതൽ ഓർക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ളൊരു വലിയ ഐക്യബോധം, ആ ഐക്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനത ഉയർന്നു വരുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ പാത ഇന്ത്യ മറ്റേതൊരു കാലത്തേക്കാളും കൂടുതൽ ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. യോഗേന്ദ്രയാദവ് പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു 2ാം റിപ്പബ്ലിക്കായി കൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സമത്വം, സാഹോദര്യം തുടങ്ങിയ ഭരണഘടനയുടെ ആമുഖത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു മതരാഷ്ട്രമായി ഈ രാജ്യം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യർ തങ്ങളുടെ ആരാധനാ സ്ഥലമായി കണ്ട ഒരു ദേവാലയത്തെ ഒരു കൂട്ടം അക്രമികൾ തകർത്തെടുത്ത് മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം പണിതുയർത്തുന്നതിന് തറക്കല്ലിടുന്ന ഒരാളായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറി. ആ തറക്കല്ല് ഒരു ക്ഷേത്രത്തിലിട്ട തറക്കല്ല് മാത്രമല്ല, അത് മതരാഷ്ട്രമായി പരിണമിക്കുന്ന ഒരു 2ാം റിപ്പബ്ലിക്കിന്റെ തറക്കല്ലാണ് എന്ന് യോഗേന്ദ്ര യാദവ് എഴുതിയത് വെറുതെയല്ല. പൊളിറ്റിക്കൽ മെജോറിറ്റി എന്ന രാഷ്ട്രീയമായ ഉള്ളടക്കത്തെ കമ്മ്യൂണൽ മെജോറിറ്റി എന്ന നിലയിൽ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നായി നമ്മുടെ ജനാധിപത്യ പ്രക്രിയ വഴിതിരിഞ്ഞു കഴിഞ്ഞു.
മെജോറിറ്റി എന്നത് രാഷ്ട്രീയമായി വരുന്നതല്ല, മെജോറിറ്റി എന്നത് വർഗീയമായും മതപരമായും ഉണ്ടാക്കപ്പെടുന്നതാണ്. അങ്ങനെ ജനാധിപത്യം അതിന്റെ അടിവേര് തകരുന്ന ഒരു സ്ഥാനത്താണ്. പാർലമെന്റ് ചർച്ചകളില്ലാത്തൊരിടമായി ഇപ്പൊ 10 മാസത്തിലേറെയായി കർഷക സമരം നടക്കുന്നു. ആ കർഷക ബില്ല് രാജ്യസഭ പാസാക്കിയത് വോട്ടെടുത്തിട്ടല്ല, പാസ്സായതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിട്ടാണ്. ആ വോട്ടെടുപ്പ് കെ രാഗേഷിനെ പോലുള്ള എംപിമാർ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് വോട്ടെടുപ്പ് നടത്തിയാൽ ബില്ല് പാസ്സാവില്ല എന്ന് തോന്നിയത് കൊണ്ട് വോട്ടെടുപ്പ് നടന്നതായി പ്രഖ്യാപിച്ച് ബില്ല് പാസ്സായതായി പ്രഖ്യാപിച്ച് പാർലമെന്ററി സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചിട്ടാണ് കർഷക ബില്ല്. അതിനെതിരെ 10 മാസമായി സമരം നടത്തുന്നു. പുതിയ വിദ്യാഭ്യാസ നയം വന്നു, പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. വിദ്യാഭ്യാസം നടത്തിപ്പിന്റെ 95% ഉത്തരവാദിത്വവും സംസ്ഥാനങ്ങൾക്കാണ്. ഒരു സംസ്ഥാനത്തോടും ചർച്ച ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികളോട്, അധ്യാപക പ്രസ്ഥാനങ്ങളോട് ആരോടും ചർച്ച ചെയ്തിട്ടില്ല. ഒരു ചർച്ചയുമില്ലാതെ എക്സിക്യൂട്ടീവ് ഉത്തരവെന്ന പോലെ ഇനി 4 നൂറ്റാണ്ട് കാലത്തെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം ഒരു രേഖയായി പുറത്തു വരുന്നു, നടപ്പാക്കപ്പെടുന്നു. ഇങ്ങനെ നമ്മുടെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും ഒന്നൊന്നായി ലംഘിക്കപ്പെടുന്ന, അനുദിനം നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്ഥാപന രൂപങ്ങൾ, മൂല്യങ്ങൾ തകർന്നടിയുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ മലബാർ കലാപം നമ്മോട് നൽകുന്ന വലിയ ആഹ്വാനം ഒരുമിച്ച് നിൽക്കുക എന്നതാണ്. ആ ഒരുമിച്ച് നിന്നുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ വലിയൊരു പാരമ്പര്യത്തെ നമ്മുടെ പ്രാചീനമായ സ്മൃതിശേഖരത്തിൽ നിന്നെന്ന പോലെ നമ്മിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഓർമ്മയുടെ പേരാണ് മലബാർ കലാപം എന്നത്. ഒപ്പം തന്നെ ഈ സാമൂഹികമായ മുന്നേറ്റത്തെ മതത്തിന് കൈയാളാൻ വിട്ടുകൊടുത്താൽ ആ മുന്നേറ്റം അന്തിമമായി തമ്മിലുള്ള